ഗുരു അഭിപ്രായപ്പെട്ടത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നത് ഒരു സനാതന ധർമ്മമാകുന്നു. അവിടെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യട്ടെ, രാമനിൽ വിശ്വസിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ഭാരതത്തിലുണ്ട്. ഈ നരേന്ദ്രമോദി തന്നെ ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളാണെന്നാണ് അറിയുന്നത്. അപ്പോൾ OBC-കാരനായ ഒരാൾക്ക് ദീർഘകാലം ഭാരതം ഭരിക്കാം എന്ന നിലയിലേക്ക് കാര്യം മാറിയിരിക്കുന്നു. ആ മണിച്ചിത്രത്താഴ് ഹരിപ്പാടുള്ള ആലുമൂട്ടിൽ കുടുംബത്തിൽ നടന്ന ഒരു കൊലപാതകത്തെ ആസ്പദമാക്കിയാണ് ആ സിനിമ നിർമ്മിച്ചത് എന്ന്. ആ ആലുമൂട്ടിൽ കുടുംബം ഈഴവ സമുദായമാണ്. അതുകൊണ്ട് സിനിമാ മേഖലയിൽ ഈ ജാതി വിദ്യ വളരെ ശക്തമാണ്. മുടന്തി നടക്കുന്ന ഒരുവന് ലഭിക്കുന്ന ഒരു ഊന്നുവടിയാണ് സംവരണം. ഗുരുദേവനെ ദൈവം ആക്കേണ്ടതില്ല, ഗുരുദേവൻ ദൈവം തന്നെയാണ്. സംഘപരിവാറുകാർ അങ്ങനെ ചെയ്യുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നില്ലേ ഗുരു ഞങ്ങളുടെ ഗുരുവാണ്. ശബരിമലയിലെ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് അഭിപ്രായം. ശിവഗിരി മഠത്തെ സംബന്ധിച്ച് ഗുരുവിൻ്റെ ദർശനത്തിൽ അധിഷ്ഠിതമായി ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അവിടെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യട്ടെ, രാമനിൽ വിശ്വസിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ഭാരതത്തിലുണ്ട്. അവരെ സംബന്ധിച്ച് അത് ആവശ്യമാകാം. അവിടെ പ്രതിഷ്ഠ നടക്കുന്നു, അത് നമ്മുടെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതവിടെ നടക്കട്ടെ. ഇപ്പം ശിവഗിരി അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കാനോ ഏതൊരു ഭാഗത്തിന് തള്ളിക്കളയാനോ ഒന്നും തയ്യാറാകാതെ നിഷ്പക്ഷമായ ഒരു നിലപാടിലാണ് ശിവഗിരി മഠം പോകാൻ ആഗ്രഹിക്കുന്നത്. ആ നിലപാടാണ് ഈ കാര്യത്തിലും നിർവഹിച്ചിട്ടുള്ളത്. പക്ഷെ മഠത്തിൽ ഏതെങ്കിലും ശിവഗിരി മഠത്തിൽ നിന്ന് ചില സന്യാസിമാർ പോയിരുന്നു. അത് വ്യക്തിപരമാണോ? വ്യക്തിഗതമായിട്ട് പോയതാണ്. മഠം എന്നുള്ള നിലയിൽ എല്ലാവരും പോയില്ല. നമ്മളപ്പോൾ പുറത്തുള്ള ഇത്തരം യാതൊരു പരിപാടികളിലും പങ്കെടുക്കില്ല എന്നുള്ളതാണ് മഠത്തിൻ്റെ ഒരു നിലപാട്. അങ്ങനെയല്ല, ആവശ്യമായ പരിപാടികളിൽ നമ്മൾ പോയി പങ്കെടുക്കാറുണ്ട്. സമൂഹത്തിൽ ഒരു തരത്തിൽ ഭിന്നിപ്പോ മറ്റു തരത്തിൽ പ്രശ്നങ്ങളോ ഉണ്ടാകുന്ന ചില സംഭവങ്ങളുടെ കാരണമാകുന്ന ഇത്തരം പരിപാടികളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നു. അതിലൊരു ന്യൂട്രൽ സ്റ്റാൻഡ് മഠം എടുക്കുന്നു, ഗുരുദേവന്റെ ദർശനങ്ങൾക്കനുസരിച്ച് നിൽക്കുന്നു. അതെ അതെ. ഇതൊരു BJP-യുടെ പരിപാടിയായി തോന്നിയത് കൊണ്ടാണ് ശിവഗിരിക്ക് അങ്ങനെ രാഷ്ട്രീയമില്ലല്ലോ. BJP എന്നോ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നോ അങ്ങനെയുള്ളൊരു ഭേദവും ശിവഗിരി മഠത്തിനില്ല. എല്ലാ പാർട്ടികളെയും ഒരേ രീതിയിൽ കാണുന്നൊരു നിലപാടാണ് ശിവഗിരിക്കുള്ളത്. അയോധ്യയുടെ അമ്പലത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു BJP-യുടെ ചടങ്ങായി മാറിയില്ലേ അവസാനമാകുമ്പോൾ? അതിനെപ്പറ്റി എന്താ പറയുക? രാഷ്ട്രീയമായ കാര്യമാണ്. ഞാൻ അതിൻ്റെ അകത്ത് അഭിപ്രായം പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മളെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം പറഞ്ഞാൽ പോരെ? ഒരു ആത്മീയ നേതാവ് നിലയ്ക്ക് അങ്ങേക്ക് തോന്നുന്നുണ്ടാവുമല്ലോ. ഈ മതം എന്ന് പറയുന്നതെല്ലാം വിശ്വാസികളുടെയും ഒരു ഇത് തന്നെയാണ്. അതെ. പക്ഷേ ഈ മതം ഇന്നത്തെ ഇന്ത്യയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരുന്ന ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ മതത്തെ ഒരു രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായവും അതിന്മേലുള്ള ഒരു വിമർശനവും ഒരു വലിയ വിഭാഗം ആൾക്കാർ മറുഭാഗത്ത് ഉയർത്തുന്നുണ്ട്. അത് എങ്ങനെയാണ് സ്വാമി മഠം? അത് മതത്തെ സംബന്ധിച്ച് ഇന്ന് മാത്രമല്ല, അനാദിയായി തന്നെ ഇപ്പം നമ്മുടെ പ്രാചീന ഭാരതീയ സംസ്കൃതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അവിടെയും മതവും
രാഷ്ട്രീയവും പരസ്പരം പൂരകമായിട്ടാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ രാജാക്കന്മാർ ഭരിക്കുമ്പോൾ രാജഗുരുക്കന്മാരുണ്ട്. ആ രാജഗുരുക്കന്മാർ അധ്യാത്മജീവിതം നയിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ശ്രീരാമൻ രാജ്യം ഭരിക്കുമ്പോൾ ശ്രീരാമന് ഉപദേശം നൽകുവാൻ വസിഷ്ഠൻ എന്നുള്ള ഗുരുവുണ്ട്. അതുപോലെ മറ്റ് രാജാക്കന്മാരുടെ കാലത്ത് ഗുപ്തന്മാരുടെയും മൗര്യന്മാരുടെയൊക്കെ കാലഘട്ടത്തിൽ ചാണക്യനും അതുപോലുള്ള ഗുരുക്കന്മാരുണ്ട്. അതുകൊണ്ട് മതവും രാഷ്ട്രീയവും ഒരേപോലെ ചേർന്നാണ് ഭാരതത്തിൻ്റെ ഭരണം അനാദിയായി തന്നെ പ്രാചീനമായി തന്നെ നടന്നു വന്നിട്ടുള്ളത്. അത് ഇപ്പോഴതിനൊരു പുതുമ നമുക്ക് പറയേണ്ട ആവശ്യം വരുന്നില്ല. ഈ കാലങ്ങളിൽ ഒരു ദശകം അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ ഉണ്ടായിരിക്കുന്ന ഈ മതത്തിന്റെ പേരിലുണ്ടായ ഭിന്നിപ്പും ലഹളകളും അതൊക്കെ എങ്ങനെയാണ് പോകുന്നത്? അത് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇവിടെ ഭാരതത്തിൽ എല്ലാ ജനവിഭാഗങ്ങളും കഴിയുന്നുണ്ട്. എല്ലാവർക്കും തുല്യമായ സാമൂഹ്യ നീതി ലഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് ഒരേ മനസ്സോടുകൂടി കഴിയുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ സൃഷ്ടമാകേണ്ടത്. ഈ ശ്രീനാരായണ ഗുരു സനാതന പരമ്പരയിലെ ഒരു സന്യാസിയാണെന്നും അല്ല അദ്ദേഹം മതാതരമായ ആത്മീയതയുടെ വക്താവാണെന്ന് രണ്ടു തരത്തിലുള്ള ഇത് കാണാറുണ്ട്. അങ്ങയുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം ഈ പരമ്പരയിൽ തന്നെ ഉള്ള ഒരു സന്യാസിയാണ്? അത് ഈ സനാതനധർമ്മം എന്നതിന് നൽകുന്ന വ്യാഖ്യാനത്തെ അനുസരിച്ചിരിക്കുക കാര്യമാണ്. ഇപ്പോൾ സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചാതുർവർണ്ണ്യമാണ്, ജാതി വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ മറ്റ് ജനവിഭാഗങ്ങളെ അടിച്ചമർത്തുന്നൊരു വ്യവസ്ഥിതിയാണ്. ഇതൊക്കെ ചിലർ ധരിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല. ഗുരുദേവൻ തന്നെ സനാതനധർമ്മത്തിന് അനുകൂലമായിട്ട് SNDP യോഗത്തിന് സന്ദേശം നൽകിയിട്ടുണ്ട്. 1928 SNDP യോഗത്തിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് ഗുരു അഭിപ്രായപ്പെട്ടത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നത് ഒരു സനാതന ധർമ്മമാകുന്നു എന്നാണ്. ഇപ്പോഴ് നമ്മൾ വീണ്ടും ഒരു സനാതന ധർമ്മത്തെക്കുറിച്ചും രാമരാജ്യത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണ്. പ്രധാനമന്ത്രി പറയുന്നു രാമരാജ്യം വരാൻ പോവുകയാണ് എന്ന് പറയുന്നു. നമ്മൾ ശിവഗിരി മഠം ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശിവഗിരി മഠത്തെ സംബന്ധിച്ച് ഞാൻ ആദ്യം തന്നെ പറഞ്ഞോളൂ, ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ശിവഗിരി മഠം ഇതിനെയൊക്കെ കാണുന്നത്, വിലയിരുത്തുന്നതുമല്ല. അപ്പോൾ അതിൽ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കും പാർട്ടിക്കുമൊക്കെ അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ശിവഗിരിയെ സംബന്ധിച്ച് ഗുരുവിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെ ഉറച്ചു നിന്നാണ് ശിവഗിരിയോട്. ഇത്തരത്തിലുള്ള ഒരു നിലപാടെടുക്കൽ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകും. ഇതിപ്പോൾ ഈ ജാതി വ്യവസ്ഥയും ചാതുർവർണ്ണ്യമൊക്കെ പണ്ട് നിലനിന്നത് പോലെ ഇക്കാലത്ത് അതിന് പ്രസക്തി ഉണ്ടെന്ന കാര്യം സംശയമാണ്. ഇക്കാലത്ത് അതിനെ നിലനിർത്തിക്കൊണ്ട് പോകുവാനും സാധിക്കുകയില്ല. കാലം മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇപ്പോൾ ഈ നരേന്ദ്രമോദി തന്നെ ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളാണെന്നാണ് അറിയുന്നത്. ഇതിനു മുമ്പ് ഭാരതം ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിമാരിൽ ബഹുഭൂരിപക്ഷവും ഒരു വരേണ്യവർഗം, സവർണ സമുദായം എന്നൊക്കെ പറയാമായിരുന്നു. ഇദ്ദേഹം OBC-യാണ്. അപ്പോൾ OBC-കാരനായ ഒരാൾക്ക് ദീർഘകാലം ഭാരതം ഭരിക്കാം എന്ന നിലയിലേക്ക് കാലം മാറിയിരിക്കുന്നു. അതുകൊണ്ട് പഴയ ചാതുർവർണ്ണ്യ വ്യവസ്ഥയൊന്നും ഇനി ഭാരതത്തിൽ തുടരും നിലനിൽക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മളൊരു 2 കൊല്ലം പുറകോട്ട് നോക്കിയാൽ ഈ ശബരിമല സമരം
പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട് കോടതി വിധിക്കെതിരായിട്ടുള്ള. അന്ന് തെരുവിൽ ഒരു സ്ത്രീ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് ഇങ്ങനെ ഡാഷ് തീയാൻ എന്ന് പറഞ്ഞ് പച്ചത്തെറി പറയുന്നത് നമ്മൾ കണ്ടു. അതൊക്കെ ഓരോ അതൊരു ജനസമൂഹത്തിൻ്റെ വികാരമായിട്ട് പറയാൻ പറ്റില്ല, ഒറ്റപ്പെട്ട ചില സംഭവങ്ങളായിട്ടല്ലേ പറയാൻ സാധിക്കൂ. ജാതീയത വാസ്തവത്തിൽ ഇന്നും കേരളത്തിൽ സുശക്തമാണ്. വെളിയിൽ നിന്നിരുന്ന ജാതി മനുഷ്യൻ്റെ ഉള്ളിൽ കയറി സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഇപ്പം ഞാനിവിടെ കഴിഞ്ഞ തീർത്ഥാടനത്തിന് ചെയ്ത പ്രസംഗത്തിൽ പറഞ്ഞു, തമ്പുരാൻ കോട്ടയാണ് ഇവിടുത്തെ ഭരണമെന്ന് ഞാൻ പറഞ്ഞു. ആ തമ്പുരാൻ കോട്ടയ്ക്ക് വലിയ വിള്ളലൊന്നും വന്നിട്ടുമില്ല. ഈ പറഞ്ഞ ശ്രീധി ചോദിച്ചാൽ സ്വാമി തന്നെ സ്വാമിയെ കോൺട്രഡിക്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പൊ നടത്തിയത്. കാരണം ചാതുർവർണ്ണ്യം ഇല്ല എന്ന് താങ്കൾ പറയുന്നു, അതേ താങ്കൾ തന്നെ പറയുന്നു ജാതി മനുഷ്യന്റെ ഉള്ളിൽ കൂടുതൽ ശക്തമായിട്ടുണ്ട് എന്ന് കേരളത്തിൽ. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ? ശരിക്കും ജാതി ശ്രീനാരായണ എങ്ങനെ കണ്ടു അതിനേക്കാൾ കൂടുതൽ സുശക്തമായിട്ട് വരികയല്ലേ ചെയ്യുന്നത്? വാസ്തവത്തിൽ ജാതീയത എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ച് അതിന് വളരെ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതിനെതിരായിട്ട് ആദ്യമായിട്ടുണ്ടായ വലിയ ശബ്ദം ഭഗവാൻ ബുദ്ധൻ്റേതാണ്. ബുദ്ധൻ ജാതിക്കും ചാതുർവർണ്ണ്യത്തിനുമൊക്കെ എതിരായിട്ട് ശക്തമായിട്ട് പോരാടിയിരുന്നു. ബുദ്ധന് ശേഷം വന്നിട്ടുള്ള രാജാക്കന്മാരിൽ കബീറും അതുപോലെ രാമാനുജൻ എന്നുള്ള ആചാര്യനും പിന്നീട് ഇങ്ങനെ വന്ന ആധുനിക കാലത്ത് വിവേകാനന്ദ സ്വാമിയും മറ്റു പല ഗുരുക്കന്മാരും ജാതിക്കെതിരായിട്ട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ഗുരു ജാതിക്കെതിരായിട്ട് വളരെ ശക്തമായ നിലപാടെടുത്ത് പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ ജനസമൂഹത്തിലുണ്ടായിരുന്ന ജാതിയുടേതായ ബാഹ്യമായ വേലിക്കെട്ടുകളൊക്കെ തകർന്നു പോയി. വഴി നടക്കാനും പള്ളിക്കൂടത്തിൽ പോകാനും അമ്പലത്തിൽ പോകാനും വസ്ത്രം ധരിക്കാനും മനുഷ്യനായി ജീവിക്കാനുമൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടായി. എങ്കിലും ഭരണം നിയന്ത്രിക്കുന്ന ശക്തി ഇന്നും അത് ചില കുത്തകയായി തന്നെ നിലകൊള്ളുകയാണ്. പക്ഷെ അതിന് ഏറെക്കാലം പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. നരേന്ദ്രമോദി ഒരു പിന്നോക്കക്കാരൻ ഇത്രയും ദീർഘകാലം പ്രധാനമന്ത്രിയായിരുന്നില്ലേ. അതുകൊണ്ട് പഴയതുപോലെ ജാതീയതയുടെ പിടിയിൽ ഭാരതത്തിന് നിൽക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം സംശയമാണ്. പ്രധാനമന്ത്രിയാവാൻ പറ്റുമായിരുന്നു, പക്ഷേ പിന്നോക്കക്കാരന് ശബരിമലയിലെ ശാന്തിയാവാൻ പറ്റില്ല. ശാന്തിയാകണം. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ തീർത്ഥാടനത്തിന് മുഖ്യമന്ത്രി വന്നപ്പോൾ ഞാൻ വേദിയിൽ പ്രസംഗിച്ച പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ ഗവൺമെൻറ് ജനാധിപത്യ ഗവൺമെൻറ്റുകൾ അപേക്ഷകർ ബ്രാഹ്മണരായിരിക്കണം എന്ന് പരസ്യം ചെയ്യുന്നു. ഗുരുവായൂരിലും ശബരിമലയിലും അതുപോലെ ചോറ്റാനിക്കരയിലും പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെല്ലാം ശാന്തിക്കാരെ നിയോഗിക്കുമ്പോൾ അപേക്ഷകർ ബ്രാഹ്മണരായിരിക്കണം. ഇതൊരു ജനാധിപത്യ ഗവൺമെൻറ്റിന് ചേർന്നതല്ല. സുപ്രീം കോടതി തന്നെ അതിന് എതിരായിട്ട് വിധി പ്രസ്താവമുണ്ട്. ആ ഒരു പരിതസ്ഥിതിയിൽ ഗവൺമെൻറ് ജാതീയത എടുത്തു കളഞ്ഞുകൊണ്ട് തുല്യമായൊരു സാമൂഹ്യ നീതിക്ക് വേണ്ടി തന്നെ നിലകൊള്ളണമെന്ന് പരസ്യമായിട്ട് പിണറായി വിജയനോട് ഞാൻ പറയണ്ടായി. സംഭവിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. കാരണം സംഭവിക്കും എന്നുള്ളതിന് തെളിവെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠ, അരുവിപ്പുറം പ്രതിഷ്ഠ നിലനിന്നിരുന്ന ജാതിപരമായിട്ടുള്ള മേധാവിത്വത്തിന് ഏൽപ്പിച്ച വലിയ പ്രഹരമാണ്. പ്രതിഷ്ഠ എന്ന് പറയുന്നത് വരേണ്യനായ വിപ്രനായ ബ്രാഹ്മണനായ ഒരാൾക്ക് മാത്രമേ അധികാരമുള്ളൂ എന്നതിനെ ഗുരുദേവൻ ലംഘിച്ചുകൊണ്ടാണ് അരുവിപ്പുറം തുടങ്ങിയുള്ള പ്രതിഷ്ഠകൾ. എന്നിട്ട് ഗുരു ഒരു വൈദിക പരമ്പരയും സൃഷ്ടിച്ചു. ശിവഗിരി കേന്ദ്രീകരിച്ച് ശാന്തിക്കാരുടെ പരമ്പര, സന്യാസിമാരുടെ പരമ്പരയും സൃഷ്ടിച്ചു. എന്നിട്ട് ഈ ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാർ ബ്രാഹ്മണരുടെ തന്നെ അവരുടെ തന്നെ കുത്തകയായി തന്നെയാണത് നിലനിന്ന് പോന്നിരുന്നത്. പക്ഷേ ഈ പിണറായി ഗവൺമെൻറ് എടുത്തൊരു നല്ല തീരുമാനം,
പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്കും ശാന്തിക്കാരാകാം. അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും ഇന്ന് ധാരാളം പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ശാന്തിക്കാർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലൊക്കെ ശാന്തിക്കാരായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പലയിടത്തും അവര് ഈ എന്താണ് ഒരു ബഹിഷ്കരണം നേരിടുകയാണ്. ഉണ്ട്, ജാതീയത ഇപ്പോഴും നിൽക്കുന്നു, ശക്തമായി നിൽക്കുന്നു. അതുമാത്രമല്ല, വരുമാനം വളരെ കുറഞ്ഞ ചെറിയ ക്ഷേത്രങ്ങളിലാണ് ഈ പിന്നോക്ക ജാതി സമുദായങ്ങളിൽ നിന്നുള്ള ശാന്തിക്കാർ മുഴുവൻ വരുന്നത്. ഏറ്റവും വലിയ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ സവർണരുടെ കയ്യിൽ തന്നെയാണ്. അതെ അതെ, അതിലൊരു മാറ്റവും അതിന് മാറ്റം വരണം, വന്നേ തീരൂ. വരുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അല്ല, അങ്ങയുടെ അന്നത്തെ സ്റ്റേറ്റ്മെന്റ് നന്നായി ചർച്ചയായിരുന്നു, ഞങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ അതിന്റെ ഒരു റീസൺ ശ്രീജിത്ത് പറയുന്നത് പോലെ അങ്ങനെ ഒരു മറ്റു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ടും ഡിവോട്ടീസ് വരില്ല എന്നുള്ളൊരു സാഹചര്യം കൂടെയുണ്ട്. അപ്പൊ അതൊരു റിയാലിറ്റി അല്ലേ, നമ്മൾ അത് മാറാതെ ഇത് പറഞ്ഞിട്ട് കാര്യം. അല്ല, അത് മറ്റൊരു രാജ്യത്ത് നിലനിൽക്കാത്ത ഒരു സംസ്കൃതി എങ്ങനെയോ ഭാരതത്തിലും കേരളത്തിലും മനുഷ്യ മനസ്സിൽ കടന്നു കയറി. ഇപ്പം ജാതീയത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമുദായത്തിൽ മാത്രമല്ല, എല്ലാ സമുദായങ്ങളിലും ഉണ്ട്. ഇപ്പോൾ സവർണ സമുദായം, ബ്രാഹ്മണ സമുദായത്തിൽ തന്നെ എല്ലാ ബ്രാഹ്മണർക്കും ഒരുപോലെ ക്ഷേത്രത്തിൻ്റെ മുഖമണ്ഡപത്തിൽ കയറാൻ പറ്റില്ല. നായന്മാരിൽ എത്രയോ വിഭാഗങ്ങളുണ്ട്, ഈഴവരിൽ എത്രയോ വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു SC/ST സമുദായത്തിൽപ്പെട്ട ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ അവരിന്നൊരാളെ പുറത്താക്കി, ഭ്രഷ്ട് കൽപ്പിച്ച് അവർ പുറത്താക്കി. അതിന് കാരണം അവർ ജാതീയമായി അവരുടെ സമുദായത്തിൻ്റെ തീരുമാനത്തെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അവരുടെ ഇടയിലും ഊരുവിലക്കും ഭ്രഷ്ടുമൊക്കെയുണ്ട്. അപ്പോൾ അടി തൊട്ട് മുടി വരെ ഈ ജാതീയത എങ്ങനെയോ മനുഷ്യ മനസ്സിൽ കടന്നു കയറി അതിപ്പോഴും നിൽക്കുകയാണ്. അതിൻ്റെ പിടിയിൽ നിന്നൊക്കെ ഒരളവ് വരെ ഇന്ന് മോചനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഇത് പറയുമ്പോൾ ശരിക്കും സ്വാമി നേരത്തെ പറഞ്ഞ ഒരു വിഷയത്തിലേക്കാണ് ഇത് തിരിച്ചു വരുന്നത്. നരേന്ദ്രമോദിയെ പോലൊരു പിന്നോക്ക സമുദായത്തിൽ നിന്ന് ഒരാൾ 10 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടരുമ്പോഴും നമ്മുടെ നാട്ടിൽ ജാതീയത മൂലമുള്ള തൊട്ടുകൂടായ്മ എന്ന് തന്നെ പറയാവുന്ന വ്യവസ്ഥയും ഒരു മാറ്റവും ഇല്ലാതെ സനാതന ധർമ്മത്തിന്റെ പേരിൽ തുടരുന്നു. ഒരു മാറ്റവും ഇല്ലാതെന്ന് പറയാൻ പറ്റില്ല, മാറ്റമുണ്ട്. കാരണം പിന്നോക്കക്കാർക്കും ശാന്തിക്കാരാകാം എന്നുള്ള വിധി വന്നല്ലോ, കുറേ പേര് ശാന്തിക്കാരായല്ലോ. ശാന്തിക്കാരായവരിൽ പകുതിയും തിരിച്ചു പോവുകയാണ് ഈ പറഞ്ഞ റീസൺ കൊണ്ട് തന്നെ. അതുണ്ട്, അത് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം പണ്ടുണ്ടായിരുന്ന വെളിയിലുണ്ടായിരുന്ന ജാതി പോയി ഉള്ളിലേക്ക് ചേക്കേറി, ഉള്ളിലുള്ള ജാതിയും ഇപ്പോൾ കുറേ ഇങ്ങനെ അഴിഞ്ഞു വരുന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ടും മാറിയെന്ന് പറയാൻ സാധിക്കില്ല, മാറാതിരിക്കാൻ പറ്റില്ല, കാരണം ജാതി ഇല്ലാത്തതാണ്, അതൊരു കൽപ്പനയാണ്. സ്വാമി അത് ചോദിക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട, കാരണം സ്വാമി പറഞ്ഞതിൽ തന്നെ ഇതിലൊരു സ്ട്രക്ചറലായിട്ടുള്ള പ്രശ്നമുണ്ട്. കാരണം ഇപ്പോ ബ്രാഹ്മണർക്കിടയിലെ പല വിഭാഗങ്ങളുടെ കാര്യം സ്വാമി പറഞ്ഞു, അത് നായർ വിഭാഗത്തിലുണ്ട്, ഈഴവ വിഭാഗത്തിലുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത് തന്നെയായിരുന്നു, ഈഴവ വിഭാഗക്കാരെ അതിലും താഴ്ന്ന വിഭാഗക്കാരെ അടുപ്പിക്കാറില്ല, അവരുടെ അമ്പലങ്ങളിലേക്ക് പോകാറില്ല. ഇതൊരു സ്ട്രക്ചറൽ ഇഷ്യൂ ആണ്, ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ അല്ല. ശിവഗിരി മഠം വന്നതിന് ശേഷം അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തി ഏതാണ്ട് ഇത്രയും ഒരു നൂറ്റാണ്ട് അടുപ്പിച്ചായിട്ടും ഈ ഒരു മനസ്ഥിതി മാറിയിട്ടില്ല. മഠം ഇത്രയും ആക്റ്റീവായി പ്രവർത്തിച്ചിട്ട് അത് പറ്റുന്നില്ല. അപ്പൊ അതൊരു ഫെയിലിയർ അല്ലേ, നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരാജയമല്ല. അല്ല, പറ്റുന്നില്ലെന്നുള്ളതല്ല, അത് പൂർണ്ണ വിജയത്തിലെത്തുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. കുറേയൊക്കെ നമ്മൾ ആ കാലത്ത് മുന്നേറാൻ സാധിക്കുന്നുണ്ട്, എപ്പോഴും സാധിക്കുന്നുണ്ട് കുറേയൊക്കെ. ഇപ്പോൾ ശിവഗിരിയിൽ തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇവിടെ പഠിക്കാനുണ്ട്, സന്യാസ സംഘത്തിലുണ്ട്. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല, ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരും ശിവഗിരി മഠത്തിൽ സന്യാസിമാരായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഗുരു വിഭാവനം ചെയ്ത രീതിയിലുള്ള ഒരു സമൂഹത്തെ സൃഷ്ടമാക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടും ഞങ്ങൾക്ക് ആ ഒരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. പക്ഷേ ആ തലത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഏറെ നൂറ്റാണ്ടുകൾ കഴിയേണ്ടി വരും. കലാഭവൻ മണിക്ക്
നാഷണൽ അവാർഡ് കിട്ടാതെ പോയത് പോലും ഒരു ജാതീയത അതിന്റെ പിന്നിലുണ്ടോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഉണ്ടായിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ പോയി ആശ്വസിപ്പിച്ചിട്ടുണ്ട്. കലാഭവൻ്റെ അവിടെ വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തിന് അവാർഡ് കിട്ടാതെ അദ്ദേഹം നിരാശനായി കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു മഹാനടൻ, ആ മഹാനടൻ ദേശീയ അവാർഡ് കിട്ടി. ഞാൻ പറഞ്ഞു സാരമില്ല, പിന്നെ താങ്കളൊരു ഭരത് മണിയായിട്ടൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ച് പോന്നു. പക്ഷേ ഈ ജാതീയത ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് ഞാൻ നോക്കിയിട്ട് ഈ സിനിമാ രംഗത്താണ്. സിനിമാ രംഗത്ത് ഇന്ന് വാസ്തവത്തിൽ ജാതീയത വളരെ ശക്തമാണ്. എങ്ങനെയാണത്? നല്ല ഗുണങ്ങളോട് കൂടിയ അല്ലെങ്കിൽ നേതൃത്വപരമായ നിലയിലുള്ള ആളുകളൊക്കെ സവർണ്ണ സമുദായത്തിൽപ്പെട്ടവരാണ്. കഥാതന്തു അങ്ങനെയായിരിക്കും. അവർണ്ണ സമുദായത്തിൽപ്പെട്ട ആളുകൾ അങ്ങോട്ടൊന്നും കടന്നു പോയതില്ല. അവരെയൊക്കെ അടിച്ചമർത്തി കൊണ്ടുള്ള ഒരു രീതിയിലായിരിക്കും കഥാതന്തു മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ വലിയ പ്രചാരം കിട്ടിയൊരു സിനിമയാണല്ലോ മണിച്ചിത്രത്താഴ് എന്നുള്ള സിനിമ. ആ മണിച്ചിത്രത്താഴ് ഈ ഹരിപ്പാടുള്ള ആലുമൂട്ടിൽ കുടുംബത്തിൽ നടന്ന ഒരു കൊലപാതകത്തെ ആസ്പദമാക്കിയാണ് ആ സിനിമ നിർമ്മിച്ചത് എന്ന് പറയുന്നുണ്ട്. ആ ആലുമൂട്ടിൽ കുടുംബം ഈഴവ സമുദായമാണ്. പക്ഷേ സിനിമ വന്നപ്പോൾ ആ കഥയിൽ അവർ സവർണ്ണരായി മാറി. അതുകൊണ്ട് സിനിമാ മേഖലയിൽ ഈ ജാതി വിദ്യ വളരെ ശക്തമാണ്. ഇനി പെട്ടെന്ന് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഗുരുദേവൻ അതുപോലുള്ള ഗുരുക്കന്മാരെ സംബന്ധിച്ചുള്ള അവരുടെ ആധ്യാത്മികമായ സംഭാവനകളെ വേണ്ടവണ്ണം ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അവർക്കൊരു മൂല്യം നൽകിക്കൊണ്ട് സിനിമ ആവിഷ്കരിക്കാൻ സംവിധായകന്മാരും തയ്യാറാകുന്നില്ല. ഉദാഹരണത്തിന് ഈ മഹാത്മാക്കളുടെ പടം കാണിക്കും. ശ്രീരാമകൃഷ്ണൻ്റെ, വിവേകാനന്ദൻ്റെ, മഹാത്മാഗാന്ധിയുടെ ഒരു ചിത്രത്തിലും ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പടം കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പടം അയ്യങ്കാളി മറ്റൊരു തലത്തിലാണല്ലോ. അല്ല, അത് ഡെലിബറേറ്റ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നു എന്നാണോ സ്വാമി പറയുന്നത്? അത് ജാതികത വളരെ ശക്തമാണ്. മനഃപൂർവ്വം അത് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും. നേരത്തെ പറഞ്ഞ അത് അങ്ങനെയാണെങ്കിൽ അതൊരു പുതിയ അറിവാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതൊരു ഈ മണിച്ചിത്രത്താഴിന്റെ കാര്യം പറഞ്ഞ പോലെ അങ്ങനെ ഡെലിബറേറ്റ് ആയിട്ട് മനഃപൂർവ്വം അത്തരം കഥാതന്തു മാറ്റി നിർമ്മിക്കുന്നു. അത് അങ്ങനെ ആയാലേ വിജയിക്കൂ എന്നുള്ള അന്ധമായ ധാരണ ഇവർ വെച്ചു പുലർത്തുന്നു. അതിന്റെ ഭാഗമാണോ കലാഭവൻ മണിക്ക് അവാർഡ് കിട്ടാത്തത്? ഞാൻ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയണോ? കാരണം നമ്മുടെ മേഖലയായിട്ടൊന്നും വലിയ ബന്ധമുള്ള കാര്യമല്ല അതൊന്നും. അങ്ങനെ കരുതുന്നുണ്ടോ? അങ്ങനെ അതായത് ജാതീയതയുടെ പേരിൽ കലാഭവൻ മണിയും തിലകനും ഒക്കെ തള്ളപ്പെട്ടു പോയവരാണ്. തിലകനൊക്കെ ഒരു മഹാനടനായിരുന്നില്ലേ? അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ദേശീയ അവാർഡൊക്കെ കിട്ടേണ്ട ആളല്ലായിരുന്നു. മണിയും അതുപോലെ തന്നെയായിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട് തന്നെ അന്ന് ഉയർന്നിരുന്ന ഒരു ഭയങ്കരമായ ഒരു ആരോപണമാണ് ഈ സിനിമാ രംഗത്തിൽ ഒരു വലിയ ഭാഗം എന്ന് പറയുന്നത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള നായന്മാരുടെ കയ്യിലാണ്. കേട്ടിട്ടുണ്ടാവില്ലേ? അതെ അതെ. ആറാട്ടുപുഴ വേലായുധ പണിക്കരെ ചരിത്രം സിനിമയാക്കിയപ്പോഴേ താങ്കൾ പറഞ്ഞ ആ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞത് ഈ ചരിത്ര പുസ്തകങ്ങളിലൊന്നും ഇദ്ദേഹത്തിന്റെ പേര് ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ സിനിമ തന്നെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട്. അതും ഈ ജാതീയതയുടെ തന്നെയാണോ കാര്യം? ജാതീയതയുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടുണ്ടെന്ന് ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പം പഴശ്ശിരാജ വിജയിച്ചില്ലേ? പഴശ്ശിരാജയെക്കാളും വില്ലാളി വീരനായിരുന്നു ഈ പറഞ്ഞ വേലായുധ പണിക്കര്. പഴശ്ശിരാജാവിൽ നിന്ന് ഏത് രീതിയിലാണ് വേലായുധ പണിക്കർ താഴ്ന്നു നിൽക്കുന്നത്? എത്ര കാര്യങ്ങൾ ഉന്നത ശേഷനായിരുന്നു. പക്ഷേ കേരളീയ മനസ്സിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കൻ അധകൃതനാണ്, നമുക്ക് അയാളെ കാണണ്ട എന്നുള്ള ചിന്തയാണുള്ളത്. ചരിത്രം വേണ്ട രീതിയിൽ റെക്കോർഡ് ചെയ്യപ്പെടാത്തതുകൊണ്ടുമായിരിക്കില്ലേ? അതുകൊണ്ടാകാം, അതും വരാം. പക്ഷെ റെക്കോർഡ് ചെയ്യപ്പെട്ടപ്പം ഗുരുദേവൻ്റെ സിനിമ വന്നില്ലേ, വിജയിച്ച മേക്കിങ് വളരെ ഗംഭീരമായിരുന്നു. ആർ സുകുമാരൻ സംവിധാനം ചെയ്ത
യുഗപുരുഷൻ എന്നുള്ള സിനിമ ഗംഭീരമായിരുന്നു. കുമാരനാശാനെ കുറിച്ചുള്ള ഒരു സിനിമ ആൾക്കാരെ കാണാൻ വേണ്ടി ഓടുകയാണ്. കാരണം തിയേറ്ററുകളൊന്നും കിട്ടുന്നില്ല എന്നുള്ളത്. അതെ, തിയേറ്റർ ഇടാൻ പോലും ഉടമകൾ തയ്യാറാകുന്നില്ല. അത് സംവിധാനം ചെയ്ത KP കുമാരൻ എന്ന് പറഞ്ഞ ആളെ ശിവഗിരി ഞങ്ങളെ വിളിക്കുകയും പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞങ്ങൾ വ്യക്തിഗതമായിട്ട് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം. പക്ഷേ തിയേറ്റർ ഉടമകൾ ഏറ്റെടുക്കുന്നില്ല. ആ പരിസ്ഥിതി എന്ത് ചെയ്യാൻ സാധിക്കും? ഈ പറയുന്നത് ഗുരുദേവന്റെ ഒരു കാലഘട്ടത്തിന് ശേഷം ഈ പിന്നോക്ക സമുദായങ്ങൾക്ക്, പ്രധാനമായും ഈഴവ സമുദായത്തിന് ഒക്കെ ഉണ്ടായ ഒരു ഉണർച്ചയും ഉയർച്ചയും കുറിച്ചാണ് നമ്മൾ പുറമെ പറയുന്നത്. പക്ഷെ സ്വാമി ഈ പറയുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞത്, ഈ പിന്നോക്ക സമുദായം എന്ന് പറയുന്നത് എവിടെയൊക്കെയാണോ അവർക്ക് പ്രാതിനിധ്യം വേണ്ടത്, ഭരണത്തിൽ, സാംസ്കാരിക രംഗത്ത്, ഇങ്ങനെ എല്ലാ രംഗങ്ങളിലും അവരുടെ ഒരു പ്രാതിനിധ്യവും കാണുന്നില്ല എന്നുള്ളതല്ലേ? അതല്ലേ സത്യം? വേണ്ടവണ്ണം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരിടത്തും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഭരണപരമായ തലങ്ങളിലാണെങ്കിലും മറ്റു തലങ്ങളിലൊക്കെ അപൂർവം ചില ആളുകളൊക്കെ എത്തപ്പെടുന്നുണ്ട്. പക്ഷെ ആ പിടിയിൽ നിന്നും ആ പിടി ശക്തമായി നിൽക്കുന്നതൊന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നില്ല. നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന ഹിന്ദു മതം എന്നുള്ളത്, ആ ഒരു ഹിന്ദു സന്യാസി എന്ന നിലയിൽ ഗുരുവിനെ കാണുന്നതിനെ കുറിച്ച്, കാരണം അദ്ദേഹത്തിന്റെ പല നിലപാടുകളും ഇപ്പോൾ അടുക്കുംഭാഗശയത്തിൽ തന്നെ ഈ പരമേശ പവിത്രപുത്രനോ അല്ലെങ്കിൽ കരുണാവാൻ നബി മുത്തുരത്നമോ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു മതത്തിൽ മാത്രമായിട്ട് ഗുരുദേവനെ ഒതുക്കി നിർത്താൻ പറ്റുമോ? ഗുരുദേവന് ഒരു സർവമത സമന്വയ ദർശനം അവതരിപ്പിച്ച മഹാത്മാവാണ്. ഗുരു അദ്വൈത വേദാന്തത്തെയാണ് പിന്തുടർന്നത്. അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടല്ലാത്തത് ഒന്ന് മാത്രം എന്നാണ്. ഒരേ ഒരു സത്യം പലതായി നിൽക്കുന്നു. അത് ഗുരുവിനെ സംബന്ധിച്ച് ഒരു ചിന്താപദ്ധതി ആയിരുന്നില്ല, ഒരു ജീവിത പദ്ധതിയായിരുന്നു. പക്ഷേ ഈ ശങ്കരാചാര്യരും മറ്റും അദ്വൈതത്തെ ഒരു സിദ്ധാന്തമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ ഗുരു ആ സിദ്ധാന്തത്തെ ഉൾക്കൊള്ളുന്നു. അതൊരു സിദ്ധാന്തം എന്നതിനപ്പുറത്ത് ഒരു ജീവിത പദ്ധതിയായി ഗുരു അതിനെ വിലയിരുത്തുകയും ചെയ്യും. ആ ജീവിത പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരെല്ലാം ഒന്നാണ്. അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ ഇസ്ലാമെന്നോ ബൗദ്ധനെന്നോ ദൈവവിശ്വാസമുള്ള ആളെന്നോ ദൈവവിശ്വാസം ഇല്ലാത്ത ആളെന്നോ മതവിശ്വാസമുള്ളതെന്നോ മതനിഷേധിയെന്നോ ഉള്ള ഭേദമൊന്നും അവിടെയില്ല. എല്ലാം ഒരേ ഒരു സത്യത്തിൻ്റെ തന്നെ പല പല മുഖങ്ങൾ മാത്രമാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ പ്രമുഖർ പലരും ഹിന്ദുമതത്തിൽ തന്നെ തള്ളിക്കളഞ്ഞു. ഉദാഹരണത്തിന് സഹോദരൻ അയ്യപ്പനായാലും അല്ലെങ്കിൽ CV കുഞ്ഞിരാമൻ അല്ലെങ്കിൽ ഈ അതുപോലെ ഈ SNDP യോഗത്തിന്റെ നേതാവായിരുന്ന മാധവൻ. അപ്പൊ അങ്ങനെ ഹിന്ദുമതത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഗുരുവിന്റെ ശിഷ്യന്മാർ വരുന്നത്? ഗുരുവിൻ്റെ പ്രത്യേകത, ഗുരു നാനാലോകാനുരൂപനായിരുന്നു. ഗുരുവിൻ്റെ അടുത്ത് വരുന്ന ശിഷ്യന്മാരുടെ എല്ലാം വാസനയും മാനസിക നിലയും മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ എല്ലാം ജീവിതത്തിൻ്റെ നന്മയുടെ ഭാഗം ഉൾക്കൊണ്ടുകൊണ്ട് അവരെ എല്ലാം ഗുരുവിനോടൊപ്പം ചേർത്ത് നിർത്തുവാൻ അസാമാന്യമായ പാടവം ഗുരു പ്രകടിപ്പിച്ചു. അത് അദ്വൈതത്തിൻ്റെ ഒരു പൂർണ്ണതയിലാണ്. അദ്വൈതത്തിൻ്റെ പൂർണ്ണതയിൽ ഒന്നിനെയും നിഷേധിക്കുന്നില്ല, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുകയാണ്. അപ്പോൾ ദൈവവിശ്വാസമുള്ള ശിഷ്യന്മാരെയും ദൈവവിശ്വാസം ഇല്ലാത്തവരെയും മതവിശ്വാസമുള്ളവരെയും മതവിശ്വാസം ഇല്ലാത്തവരെയെല്ലാം ഒരേപോലെ ഉൾക്കൊള്ളുവാൻ അദ്വൈതത്തിൻ്റെ പാരമാർത്ഥിക തലത്തിലെത്തിയ ഒരു ജ്ഞാനിയായ ഗുരുവിന് സാധിക്കും. ആ അർത്ഥത്തിലാണ് മതനിഷേധിയായ സഹോദരൻ അയ്യപ്പനെയും ശ്രീകൃഷ്ണൻ വക്കീലിനെയും മതയുക്തിവാദിയായ MC ജോസഫിനെയും
കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയൊക്കെ ഗുരുവിന് ഉൾക്കൊള്ളുവാൻ സാധിച്ചത്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഹിന്ദു എന്ന രീതിയിൽ, ഹിന്ദു ഒരു മതം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക മതം എന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരു ഹിന്ദു സന്യാസിയാണെന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിക്കുന്നത് തെറ്റല്ലേ? അത് ഹിന്ദുവിനെ സംബന്ധിച്ചുള്ള നിർവചനത്തെ ആസ്പദമാക്കിയിരിക്കുന്ന കാര്യമാണ്. ഗുരു സത്യസാക്ഷാത്കാര അവസ്ഥയിൽ പരിപൂർണമായ ബ്രഹ്മനിഷ്ഠനായി കഴിയുമ്പോൾ ഹിന്ദുമതം അല്ലെങ്കിൽ സനാതനധർമ്മം എന്നുള്ള ഒരു തലത്തിന് അതീതമായി, എല്ലാവിധമായ ഭേദചിന്തകൾക്കും അതീതമായി ഒരു ബ്രഹ്മനിഷ്ഠനായി മാറുകയാണ്. ഗുരു അതിനെക്കുറിച്ച് പറഞ്ഞത് സൂക്ഷ്മാന്വേഷണത്തെ സഹായിക്കുന്ന മാർഗദർശികളാണ് മതങ്ങൾ. സൂക്ഷ്മം അറിഞ്ഞവന് മതം പ്രമാണമല്ല, മതത്തിന് അവൻ പ്രമാണമാണ്. ഇപ്പം ഗുരു സൂക്ഷ്മം അറിഞ്ഞ ആളാണ്. സൂക്ഷ്മമായ ബ്രഹ്മതത്വത്തെ അറിയുവാൻ വേണ്ടി ഭാരതീയ പശ്ചാത്തലവും സനാതനധർമ്മവും ഹിന്ദുമതവും ഒക്കെ ഗുരുവിന് സഹായകമായിരുന്നു. ഗുരു ദേവീദേവന്മാരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, ദേവീദേവന്മാരെക്കുറിച്ച് കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്, ദേവീദേവന്മാരെയൊക്കെ ഉപാസിച്ചിട്ടുണ്ട്. അതെല്ലാം അധ്യാത്മമാർഗത്തിലേക്കുള്ളൊരു പാതയാണ്. സത്യത്തെ സാക്ഷാത്കരിച്ചു കഴിയുമ്പോൾ അതിനതീതമായി മാറുകയാണ്. ഗുരു മാത്രമല്ല, സത്യസാക്ഷാത്കാരം നേടിയ ഗുരുക്കന്മാരെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ടെറസിൽ കയറണം, 18 പടിയുണ്ട്. അതിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ഈ 18 പടികളും വിദ്യയാണ്. എന്നാൽ എല്ലാ പടിയും കയറി മുകളിലെത്തി കഴിയുമ്പോൾ ഈ കയറിയതെല്ലാം അവിദ്യാഭൂമികയിലായി, അതിനെ അതിവർത്തിച്ചു കഴിഞ്ഞു. ഒരു ജ്ഞാനി മതപരമായ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ നിർവഹിച്ച് പാരമാർത്ഥികമായ തലത്തിലെത്തിക്കഴിയുമ്പോൾ അതിനെല്ലാം അതീതമായി മാറുകയാണ്. ആ അർത്ഥത്തിൽ ഗുരുദേവനും ശ്രീരാമകൃഷ്ണ പരമഹംസനും രമണ മഹർഷിയും ഒക്കെ മതത്തിനതീതരാണ്. ഹിന്ദുമതമെന്നോ സനാതനധർമ്മമെന്നോ ഏതെങ്കിലും ഒരു പ്രത്യേക മതമെന്നോ ഒന്നും അവരെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. അവരെല്ലാം ശുദ്ധമായ അധ്യാത്മതത്വത്തിൻ്റെ ആത്മഭാവങ്ങളാണ്. ഗുരു പറഞ്ഞത് എനിക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം മറ്റേ ഒരു പരമ്പര, ഹിന്ദു പരമ്പരയിൽ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് സന്യസിക്കാൻ പറ്റില്ലായിരുന്നല്ലോ. അപ്പോൾ ആ പരമ്പരയിൽ തന്നെയാണ് ഇദ്ദേഹം ഉള്ളത്. ഗുരു അതിനെക്കുറിച്ച് പറയുന്നത് രാജ്യത്ത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഭാരതത്തിൽ അന്നും ഇന്നും ഈ ജാതി വ്യവസ്ഥ, ചാതുർവർണ്ണ്യ വ്യവസ്ഥ ശക്തമായിരുന്നു. ആ ഗുരുദേവൻ ഒരിക്കൽ തന്നെ പറഞ്ഞു, ജാതി നോക്കി ഭരിക്കുന്നവരല്ലേ, വർണ്ണം നോക്കി ഭരിക്കുന്നവരല്ലേ എന്നൊക്കെ ഗുരു പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമൻ്റെ കാലത്ത് കൂടി ശൂദ്രന്മാർക്ക് സന്യസിക്കാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ ഇഷ്ടം പോലെ സന്യസിക്കുവാനുള്ള അവസരം നൽകിയത് ബ്രിട്ടീഷുകാരാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ ഗുരുക്കന്മാരാണ് എന്ന് ഗുരു പറഞ്ഞു. അപ്പം അതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അക്കാലത്ത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയ്ക്ക് അടിമപ്പെട്ടാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഗുരു ജാതി, ചാതുർവർണ്ണ്യം, ഭേദചിന്ത ഇതിനെയെല്ലാം അതിവർത്തിച്ചുകൊണ്ട് ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാ സ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്നയാളാണ്. അതായിരുന്നു ഗുരുവിൻ്റെ ജീവിത ദർശനം. ആ അർത്ഥത്തിൽ ഈ ചാതുർവർണ്ണ്യ വ്യവസ്ഥയ്ക്ക്, ജാതി വ്യവസ്ഥയ്ക്ക് വേണ്ടി ആരൊക്കെ നിലനിന്നിരുന്നോ അതെല്ലാം ഗുരുദേവൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഹിന്ദുമതത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരിടത്ത് ഗുരു പറഞ്ഞിട്ടുണ്ട്, ശുദ്ധ ഹിന്ദുമത തത്വങ്ങൾ പ്രചരിപ്പിക്കണം.
എന്ന് SDP യോഗത്തിന് സന്ദേശം നൽകിയിട്ടുണ്ട്. ശുദ്ധ ഹിന്ദുമത സന്ദേശം എന്ന് പറയുമ്പോൾ അശുദ്ധ ഹിന്ദുമത സന്ദേശങ്ങളും ഉണ്ട്. അശുദ്ധ ഹിന്ദുമത സന്ദേശങ്ങളാണ് ജാതിയും ചാതുർവർണ്ണയ വ്യവസ്ഥയൊക്കെ. ശുദ്ധ ഹിന്ദുമത സിദ്ധാന്തങ്ങളാണ് അദ്വൈതവും വേദാന്തവും ആത്മീയതയൊക്കെ. അത് പ്രചരിപ്പിക്കണമെന്ന് തന്നെ ഗുരു പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ജാതിയുടെ പേരിൽ ഏൽക്കേണ്ടി വരുന്ന ഒരുപാട് അധിക്ഷേപമുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും ഉണ്ടാവുന്നതെന്നുള്ളത്? അതാണ് ഞാൻ പറഞ്ഞല്ലോ, കേരളീയ മനസ്സിൽ എന്തുകൊണ്ടോ ഈ ജാതീയത വന്ന് കടന്നു കയറി. നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റ് സ്റ്റേറ്റുകളിലില്ല, ഇന്ത്യക്ക് വെളിയിലില്ല. എങ്ങനെയോ ഈ ദുർബോധം വന്ന് നമ്മളെ ആവാഹിച്ച് നമ്മളെ കീഴ്പ്പെടുത്തി. അത് മുടി തൊട്ട് താഴെ വരെ എല്ലാവരിലും ഈ ജാതീയത നിൽപ്പുണ്ട്. ഈ ജാതീയത ശക്തിപ്പെടുത്തുന്നതിനും ഇതിനെ ഇങ്ങനെ കള്ളികളായി തിരിച്ചു നിർത്തുന്നതിലും ഒക്കെ പല സവർണ സമുദായങ്ങൾക്കും വലിയൊരു പങ്കില്ല. അവരുടെ സമുദായ സംഘടനകൾക്കും അവരുടെ പ്രസ്താവനകൾക്കും പ്രവൃത്തികൾക്കും ഒക്കെ വലിയ പങ്കില്ല. തീർച്ചയായിട്ടും ഉണ്ട്. ഉദാഹരണത്തിന് NSS ജാതീയമായ സംവരണം, മറ്റു വിഷയങ്ങൾ, പല വിഷയങ്ങളിലും NSS എടുക്കുന്ന നിലപാട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നോക്ക സമുദായങ്ങൾക്ക് അവരുടെ ആഗ്രഹങ്ങൾക്കും അഭീഷ്ടങ്ങൾക്കും ഒക്കെ എതിരായി നിൽക്കുന്ന തരത്തിലാണ് എടുക്കുന്നത്. പക്ഷെ എന്നും സർക്കാർ തലത്തിലായാലും ഭരണതലത്തിലായാലും ആദ്യത്തെ ഒരു പ്രാമുഖ്യം എന്ന് പറയുന്നത് NSS-നായിരിക്കും. രണ്ടാമത് SNDP-ക്കോ വെള്ളാപ്പള്ളി നടേശനോ കിട്ടുന്നുള്ളൂ. അത് തിരുത്താൻ ആർക്കും കഴിയുന്നില്ല, പിന്നോക്ക സമുദായത്തിനും കഴിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ പരാജയമല്ല. തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിൽ നിന്ന് മോചനം എന്ന രീതിയിൽ കുറച്ചു മുമ്പ് ആളുകൾ പറഞ്ഞിരുന്നത് ഈഴവർ ഹിന്ദുക്കളല്ല എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. അങ്ങനെ ചില പുസ്തകങ്ങളൊക്കെ വന്നത് സാറിന് അറിയുണ്ടാവും. അപ്പോൾ ആ ഒരു മൂവ്മെന്റിനോടുള്ള അഭിപ്രായം എന്താണ്? ഏതൊരു ജനസമൂഹത്തിനും വളർച്ചയും പുരോഗതിയും ഉണ്ടാകണമെങ്കിൽ മതപരമായ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും ആവശ്യമാണെന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത്. ശിവഗിരി മഠത്തിനും ആ അഭിപ്രായം തന്നെയാണുള്ളത്. ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ ഒരു ഭാഗവും അതാണ്. മതപരമായ ഒരു ആചാരാനുഷ്ഠാനത്തിലൂടെ മാത്രമേ ജനസമൂഹത്തിന് മുന്നോട്ട് പോകുവാൻ വളരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരർത്ഥത്തിൽ സൂക്ഷ്മമായ തത്വത്തെ അറിയുന്നതിന് വേണ്ടി മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ ആവശ്യമാണ്. ഹിന്ദുമതം തന്നെ ആവണമെന്നില്ലെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റു മതങ്ങളിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് മതത്തിൽ കൂടി ആകാം. അത് ഹിന്ദു മതത്തിൽ കൂടി തന്നെ ആകണമെന്ന് നിർബന്ധം പറഞ്ഞു വെച്ച് പുലർത്തുന്നില്ല. ഏത് മതത്തിൽ കൂടി ആകാം. ആ സമയത്താണ് പുസ്തകം വന്നത്, അസവർണർക്ക് നല്ലത് ഇസ്ലാം എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടായിരുന്നു. അദ്ദേഹം അസവർണർക്ക് നല്ലത് ഇസ്ലാം. നമ്മുടെ MK ഭാസ്കരൻ, സഹോദരൻ അയ്യപ്പൻ, അങ്ങനെ കുറച്ചുപേര് തീയ യൂത്ത് ലീഗ് എന്ന പേരിലാണ് പബ്ലിഷ് ചെയ്തത്. പിന്നെ കുറച്ചുപേര് ബുദ്ധമതത്തിലേക്ക് പോവുക എന്നുള്ളതുണ്ടായിരുന്നു. ഇപ്പം സ്വാമി ജോൺ ധർമ്മതീർത്ഥ അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് പോയി. അത് ഗുരുവിന്റെ ഒക്കെ സമാധിക്ക് ശേഷമാണ്. അതെ, ഗുരുവിന്റെ ശിഷ്യന്മാരിലാണ്. അപ്പോ ഈ ഹിന്ദു മതത്തിൽ നിന്നാൽ ഈ അധസ്ഥിത ജാതിക്കാർക്ക് ഈ രക്ഷയില്ല. കാരണം അത് ഈ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമാണ് ഹിന്ദു മതം എന്നുള്ളത്. അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് ശരിയായ വഴി എന്നും ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല, ഇപ്പോഴും ഉണ്ടാവും. പക്ഷേ ആത്യന്തികമായി വിശകലനം ചെയ്യുമ്പോൾ ഗുരു മതപരിവർത്തനത്തിന് എതിരായിരുന്നു. ഓരോരുത്തർ ആളുകൾ നിൽക്കുന്നിടത്ത് നിന്നാൽ മതി, അതിലൂടെ അവർക്ക് പുരോഗതിയെ പ്രാപിക്കാം. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുമ്പോൾ ഏത് മതത്തിൽ കൂടിയും മനുഷ്യന് നന്നാകാൻ സാധിക്കും. അതുകൊണ്ട് മത പരിവർത്തനം ആവശ്യമില്ല എന്നുള്ളതാണ് ഗുരുവിൻ്റെ സിദ്ധാന്തം. അതുകൊണ്ട് ഗുരുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ഈഴവ സമുദായം അവർ വിശ്വസിച്ചു പോന്നിരുന്ന ഹിന്ദു പാരമ്പര്യം വിട്ട് ക്രിസ്ത്യൻ, ഇസ്ലാം ഏതെങ്കിലും പാരമ്പര്യത്തെ സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായം ഗുരുവിനുണ്ടായിരുന്നില്ല, കുമാരനാശാനും ഉണ്ടായിരുന്നില്ല. അത് വിവേകോദയത്തിലും അക്കാലത്തുള്ള പ്രസിദ്ധീകരണങ്ങളിലെല്ലാം ഉണ്ട്. ആശാന്റെ അതെ അതെ അതിൻ്റെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഈ
മതപരിവർത്തനത്തെ കുറിച്ചുള്ള ഒരു ഭയമോ അല്ലെന്നുണ്ടെങ്കിൽ അത് പാടില്ല എന്ന് പറയുന്നത്, ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയൊരു സിംഹഭാഗം എന്ന് പറയുന്നത് പിന്നോക്ക സമുദായം, ഈഴവാരാധി പിന്നോക്ക സമുദായമാണ്. ഈ സമുദായം ആ സ്ഥലത്ത് നിന്ന് മാറിയാല് പിന്നെ ഈ പറയുന്ന ജാതി വ്യവസ്ഥയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു സവർണ ഇതിന് പ്രസക്തി തന്നെ ഇല്ലാതാവും. അത് നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു രീതി കൊണ്ടാവില്ല അത് അല്ല എന്ന് പറയേണ്ടത്. അല്ല, അങ്ങനെയാണെങ്കിൽ ഗുരു അതിന് സമ്മതിക്കട്ടെ. ജാതിഭേദം ഇല്ലാതാകണമെന്നുള്ളത് ഗുരുദേവൻ്റെ ആത്യന്തിക ലക്ഷ്യമാണ്. അപ്പോൾ ഹിന്ദുമതം എന്നുള്ള സെക്ടങ്ങ് ഇല്ലാതായി കഴിഞ്ഞാൽ ജാതിഭേദം ഇല്ലാതാകുമെന്നുള്ള അഭിപ്രായമൊന്നും ഗുരുവിനുണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞ ഗുരു മതത്തിന് അതീതനായ ഒരു മനുഷ്യനാണ്. ഗുരു ഉൾപ്പെടെയുള്ള സ്പിരിച്വൽ ലീഡേഴ്സ്. കാരണം അത് ഹിന്ദു മതത്തിൽ ഒതുക്കി നിർത്താവുന്നതല്ല. പക്ഷെ ഇപ്പോ മതം മാത്രമല്ല, പല പൊളിറ്റിക്കൽ പാർട്ടീസും ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള സ്പിരിച്വൽ ലീഡേഴ്സിനെ അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഈ സൂക്ഷ്മമായ ബ്രഹ്മതത്വത്തെ അറിഞ്ഞ ഒരു സദ്ഗുരുവിനെ സംബന്ധിച്ച് അവർ എല്ലാ മതത്തിനും അതീതരാണ്. അവർ ഹിന്ദുമതമെന്നോ സനാതനധർമ്മമെന്നോ അല്ലെങ്കിൽ ഭാരതീയതയെന്നോ ഒന്നും അവർക്കുണ്ടാകില്ല. അവരെല്ലാം അത് ഗുരുദേവൻ മാത്രമല്ല. അല്ല, എന്റെ ചോദ്യം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനെ കുറിച്ച്, അതായത് രാഷ്ട്രീയ പാർട്ടികൾ ഗുരു ഉൾപ്പെടെയുള്ള ആത്മീയാചാര്യന്മാർ, ഗുരുവാകാം അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദനാകാം, ആരുമാകട്ടെ, ചട്ടമ്പി സ്വാമികളോ അയ്യങ്കാളിയോ ആരുമാകട്ടെ, ചില റിഫോമിസ്റ്റുകൾ അല്ലെങ്കിൽ നേസൻസ് ലീഡേഴ്സിനെ അവരുടേതാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെ സംബന്ധിച്ച് അവരുടെ പാർട്ടിയെ ബലക്കുക, അവരുടെ ഭരണം പിടിക്കുക, അതിനുവേണ്ടി സമുദായത്തെ എങ്ങനെ വിനിയോഗിക്കാം. ഇപ്പോൾ ഓരോ സമുദായത്തിനും സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ കേൾക്കാത്ത ആളുകൾ വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ട് ഇപ്പം അവതരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമുദായത്തിനും ഓരോ സാമൂഹ്യ പരിഷ്കർത്താക്കൾ. അതെന്താണ്? എല്ലാം വോട്ട് ബാങ്കാണ്. അങ്ങനെ പോകാൻ പാടില്ലാത്തതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ആറാട്ടുപുഴയെ കുറിച്ചും കേൾക്കില്ലായിരുന്നു. അല്ല, ആലാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറയുന്നത് വോട്ട് ബാങ്കായിട്ട് ആരും കാണുന്നില്ലല്ലോ. അങ്ങനെ അദ്ദേഹത്തെ ആരെയും വിനിയോഗിക്കുന്നതായിട്ട് ഞാൻ ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടില്ല. വേലായുധ പണിക്കർ നമ്മുടെ രാജ്യം കണ്ടൊരു വലിയ സാമൂഹ്യ വിപ്ലവകാരിയാണ്. ഈ ജാതി സെൻസസ് നടത്തണമെന്നൊരു ഡിമാൻഡ് പല വിഭാഗങ്ങളിൽ നിന്നും കേരളത്തിൽ ഇപ്പോൾ ശക്തമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ അടുത്തിടയ്ക്ക് ബീഹാർ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മഠത്തിന്റെ അഭിപ്രായം എന്താണ്? കേരളത്തിൽ ജാതി സെൻസസ് നടത്തണം എന്ന ഡിമാൻഡിൽ. ജാതി സെൻസസ് നടത്തിയാൽ കേരളത്തിലെ സാമുദായിക സ്ഥിതി മനസ്സിലാക്കുവാൻ സാധിക്കും. അതറിയരുതെന്നാണ് പല ആളുകളും മോഹിക്കുന്നത്. അതുകൊണ്ടാണ് ജാതി സെൻസസ് വേണ്ട എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ നടപ്പാക്കില്ല എന്നാണ് പറയുന്നത്. സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയത് ആരാണ്? ആദ്യം ഇടതുപക്ഷമാണ്. ഈ സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയ ഇടതുപക്ഷത്തിന് ജാതി സെൻസസ് നടപ്പിലാക്കാൻ മടി എന്താണെന്നാണ് ചോദ്യം. അല്ല, അത് ജാതി സെൻസസ് നടപ്പാക്കാതിരിക്കുന്നതാണല്ലോ സാമ്പത്തിക സംവരണത്തിൻ്റെ തലവെന്ന് പറയുന്നത്. ഈ സംവരണമാണ് ജാതിയെ അടിയുറപ്പിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ സംവരണം എടുത്തു കഴിഞ്ഞാൽ ജാതി തനിയെ ഇല്ലാതാവുന്നൊരു വാദമുണ്ട്. അതിനുള്ള അഭിപ്രായം എന്താണ്? സംവരണം ഒരു ഊന്നുവടിയല്ലേ? മുടന്തി നടക്കുന്ന ഒരുവന് ലഭിക്കുന്ന ഒരു ഊന്നുവടിയാണ് സംവരണം. ആ സംവരണം വന്നതുകൊണ്ടാണ് ഈ കുറച്ച് ക്ലാസ് 4 ജീവനക്കാരെങ്കിലും വന്നത്. ഇപ്പം സംവരണം എടുത്ത് കളയുന്നു, സാമ്പത്തിക സംവരണം മതിയെന്ന് പറയുന്നു. ഒരു 10 വർഷം കഴിയുമ്പോൾ കേരളത്തിലെ അധസ്ഥ പിന്നോക്ക ജനവിഭാഗങ്ങൾ എവിടെ നിൽക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കാണുന്ന ക്ലാസ് 4 ജീവനക്കാർ പോലും കാണുമെന്നുള്ള കാര്യം സംശയമാണ്. പക്ഷെ റീസെന്റ് ആയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന 10% ഉണ്ട് EWSന്, ഇക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള, അതായത് സാമ്പത്തിക. അത് പക്ഷേ നിലനിൽക്കുന്ന സംവരണത്തിന് അഡീഷണൽ ആയിട്ടാണ്, അതിനോടൊപ്പം തന്നെയാണ്, അതിനെ മാറ്റിയിട്ടല്ല ഇത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാമി ഇപ്പൊ പറഞ്ഞതുപോലെ അതിനെ ഒരു അട്ടിമറിക്കുന്ന ഒരവസ്ഥയിലേക്കല്ല സാമ്പത്തിക സംവരണം വരിക.
നിലനിൽക്കുന്ന സംവരണത്തിന് അതിനോടൊപ്പം തന്നെയാണ് ഈ സാമ്പത്തിക 10% കൊടുക്കുന്നത്. പക്ഷെ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൗദ്ധികമായി സവർണ സമുദായങ്ങളോട് നിന്ന് നേരിടുവാനുള്ള ശേഷി ഈ അധസ്ഥ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ഇന്നും കൈവന്നിട്ടില്ല. ഇപ്പോൾ സംവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സമ്പത്ത് കൊടുത്ത് സഹായിക്കുന്നതല്ലല്ലോ. അധികാരം നൽകുക, അവർക്ക് ഗവൺമെൻറ് തലത്തിലുള്ള ജോലി നൽകുക. അതിനെന്ത് വേണം? പഠിപ്പ് വേണം. ഏറ്റവും പാവപ്പെട്ടവരെ സഹായിക്കണമെന്നാണല്ലോ സാമ്പത്തിക സംവരണം പറയുന്നത്. ഏറ്റവും പാവപ്പെട്ടവരായ 100 ബ്രാഹ്മണൻ, നായർ, ഈഴവൻ, പുലയൻ, ക്രിസ്ത്യാനി, മുസ്ലിം സ്കൂളിൽ പോയി 10ാം ക്ലാസ് പാസ്സായി, ഡിഗ്രി എടുത്തു, ബിരുദധാരികളാകുന്നു. ഇതിൽ സവർണർ ആ 100 പേരിൽ ഒരു 10, 60, 70, 75 കാണും. ബിരുദധാരികളാകുന്ന ഈഴവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. SC/ST അതിനേക്കാട്ടും താഴെയായിരിക്കും. അപ്പോൾ എല്ലാവരും പാവപ്പെട്ടവരാണ്. സംവരണം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് പോകുന്നത്? സവർണ സമുദായങ്ങൾക്കാണ്. അതെ. അതുകൊണ്ട് സാമ്പത്തിക സംവരണം കൊണ്ടൊരു ഈക്വാലിറ്റി ഒരിക്കലും സിസ്റ്റമാകില്ല, സാമൂഹ്യ നീതി ഉണ്ടാകില്ല. കേരളത്തിന്റെ ഒരു സവിശേഷ രാഷ്ട്രീയ സാഹചര്യത്തില് ഈ ന്യൂനപക്ഷ സമുദായങ്ങൾ, അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആകട്ടെ മുസ്ലിം കമ്മ്യൂണിറ്റീസ് ആകട്ടെ, സംഘടിച്ച് നിന്ന് ബാർഗെയിൻ ചെയ്യുന്ന ഒരു നില പലപ്പോഴും കാണാറുണ്ട്. അത് ഏത് ഗവൺമെന്റ് ഇരിക്കുമ്പോഴും അത് ഭൂരിപക്ഷ സമുദായം ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഭൂരിപക്ഷ സമുദായത്തിന് ഒരു വോട്ട് ബാങ്ക് ആയിട്ട് നിൽക്കാൻ പറ്റാത്തത് എന്ന് ഇപ്പോൾ സംഘപരിവാർ ഉൾപ്പെടെയുള്ള പല സംഘടനകളും ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് ഒരിക്കലും ഇത് സാധിക്കില്ല. ക്രിസ്ത്യൻ ഇസ്ലാം സമുദായങ്ങളുടെ പ്രത്യേകത, അതിനൊരു മതഗ്രന്ഥമുണ്ട്, മതസ്ഥാപകനുണ്ട്. ഹിന്ദുമതത്തെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല. അങ്ങനെ ഒരു ആചാര അനുഷ്ഠാന പദ്ധതിയും മതവിശ്വാസം വേണമെന്നോ ദൈവവിശ്വാസം വേണമെന്നൊന്നും ഹിന്ദുമതത്തിലില്ല. അതുകൊണ്ട് അവരൊരിക്കലും ഒരു സംഘടിത ശക്തിയായില്ല, ആകുകയുമില്ല. ഇപ്പോൾ ഇവിടെ ബ്രാഹ്മണൻ ശക്തിയായിരിക്കുന്നു, നായർ ശക്തിയായിരിക്കുന്നു, ഈഴവൻ ശക്തിയായിരിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും സാമുദായികമായ ശക്തിയായി ആ സാമുദായം ഒരു മതത്തെ പോലെ മാറിയിരിക്കുക. ഹിന്ദുമതം എന്ന പേരിൽ എവിടെയാണ് ശക്തിയിരിക്കുന്നത്? പക്ഷെ ഇന്നത്തെ ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സില് റൈറ്റ് വിങ് ആണ്. അത് രാഷ്ട്രീയമല്ലേ, രാഷ്ട്രീയമല്ലേ അത്. പക്ഷേ ഈ ഹിന്ദുമതം ഒരു ശക്തിയായിരിക്കുന്നു എന്നാണ് പറയുമ്പോൾ, ഹിന്ദുമതം ശക്തിയായാൽ അതിൽ പിന്നോക്ക സമുദായത്തിൻ്റെയും പട്ടികജാതി വിഭാഗത്തിൻ്റെ സ്ഥാനം എവിടെ? അവർക്ക് സ്ഥാനം കിട്ടണം. അവർ കൊടുക്കുമോ? സ്ഥാനം കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മോഡി ഒരു പിന്നോക്കക്കാരൻ എത്ര കാലം രാജ്യം ഭരിച്ചില്ലേ? നമ്മുടെ രാംനാഥ് കോവിന്ദും അതുപോലെ ഇപ്പോഴത്തെ മുർമുവും അവരൊക്കെ ഏറ്റവും ആദിവാസി ഗോത്രത്തിൽപ്പെട്ട ആളുകളല്ലേ, അവരൊക്കെ വന്നില്ലേ? ഇത്തരമൊരു പ്രാതിനിധ്യം ഇന്ത്യയിൽ കൊടുക്കാൻ തയ്യാറാകുന്നത് BJP ആണ് എന്നുള്ളതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അന്നിപ്പോൾ പറഞ്ഞ ഉദാഹരണങ്ങളെല്ലാം ഇപ്പോൾ KR നാരായണൻ കോൺഗ്രസ്സുകാരനായിരുന്നില്ലേ, അദ്ദേഹം രാഷ്ട്രപതിയായി വന്നില്ലേ? ഈ പിന്നോക്ക വിഭാഗങ്ങളിലെ ഈ ആര്യവൽക്കരണം അല്ലെങ്കിൽ സവർണവൽക്കരണം ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നതായി തോന്നിയിട്ടുണ്ട്. അത് ശ്രീനാരായണ ഗുരുവിന് പോലും ഒരു പങ്കുണ്ട് എന്ന് പറയാറുണ്ട്. കാരണം അദ്ദേഹം നാടൻ മറുതയും ആരാധിച്ചിരുന്ന സമുദായത്തിന് അതൊക്കെ തല്ലിപ്പൊളിച്ച് ശിവനും പാർവതിയും ആരാധിക്കും. അപ്പൊ മാടനും മറുതയും തന്നെയാണ് ശിവനും പാർവതിയും. അതിനെ ഒരു വലിയ എന്തോ ഒരു മോശമായപ്പെട്ട കാര്യമാണ് ശിവനും പാർവതിയും എന്നുള്ളത്. അല്ല, ഈ ശിവനും പാർവതിയൊക്കെ ആര്യ വിഭാഗത്തിൻ്റെതാണെന്ന് ആര് പറഞ്ഞു? ഗുരു വാസ്തവത്തിൽ ചെയ്തത് എന്താണ്? ഒരു സംസ്കരിക്കപ്പെട്ട ജനതയെ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ഗുരുവിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ ചാത്തനും ചാവണ്ടി യക്ഷിയും പേയും പൊള്ളും മാടനും മറുതയും ഒക്കെ ആയിരുന്നു ഒരു കാലത്ത് പിന്നോക്കക്കാരുടെ ദൈവങ്ങൾ. അവർക്ക് ചാരായവും
കള്ളും മാംസവും കോഴിയും മുട്ടയും ഇതൊക്കെ നിവേദിച്ചുകൊണ്ടുള്ള പ്രാകൃതമായ പൂജയും ആരാധനയും. അതിൽ നിന്നും അവരെ സംസ്കരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഗുരു വാസ്തവത്തിൽ സാത്വികരായ ദേവീദേവന്മാരെ പ്രതിഷ്ഠിച്ചത്. അതിൽ നിന്നും കൈപിടിച്ച് ഉയർത്തുകയാണ് ചെയ്തത്. അതൊരു ആര്യവൽക്കരണമൊന്നുമല്ല. അങ്ങനെയുള്ള ഒരു ആരാധന രീതിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ? ഒരു തകരാറും ഇല്ലല്ലോ. ഗുരുദേവൻ നിന്ന് പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്, ഈ തമോ ഗുണപ്രധാനമായി ഉള്ള ദേവീദേവന്മാരുടെ ആരാധനയിൽ നിന്നും സമൂഹത്തെ മോചിപ്പിച്ച് സാത്വിക തലത്തിലേക്ക് കൊണ്ടുവരണം. സാത്വികരായ ദേവീദേവന്മാരാണ് ഈ ശിവനും സുബ്രഹ്മണ്യനും ഗണപതിയും ഒക്കെ. ആ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരണമെന്ന് ഗുരു അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ദൈവങ്ങളിലും ഒരു ജാതി ഉണ്ടുണ്ട്, ദൈവങ്ങളുടെ ഇടയിലും ഉണ്ട്. ശിവൻ സാത്വികനായ ദൈവമാണോ? എന്തോ ചുടലിൽ ശിവന് പല ഭാവങ്ങളുണ്ട്. സാത്വികനായ ശിവനുണ്ട്, രജോമൂർത്തിയായ ശിവനുണ്ട്, തമോമൂർത്തിയായ ശിവനുണ്ട്, ചുടലഭൂതമായി നിൽക്കുന്ന ശിവനുണ്ട്, മാടനായ ശിവനുണ്ട്, ചാത്തനായ ശിവനുണ്ട്. അതെ. പ്രശാന്ത് ചോദിച്ച ഇതിൻ്റെ ഒരു ഇത് ഈ പിന്നോക്ക സമുദായങ്ങളിൽ അല്ലെങ്കിൽ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിലും സമുദായങ്ങളിലും ഒക്കെ ഇപ്പോൾ ഒരു ജാതി അഭിമാനം വല്ലാതെ ഉണ്ടാകുന്നുണ്ടോ? അതിൻ്റെ ആവശ്യമുള്ളതല്ല. ജാത്യഭിമാനം ഒരു കാരണവശാലും വർദ്ധിച്ചു കൊണ്ടുവരുന്നത് ശരിയല്ല. ജാത്യഭിമാനം കുറച്ചു വരണം. ഇപ്പോൾ ഈഴവ സമുദായം ശക്തി ആർജിച്ച് ഒന്നായി കൂട്ടായി നിൽക്കണം. എന്തിനു വേണ്ടിയാണ്? ജാതീയത ഇല്ലാതാക്കാൻ വേണ്ടിയാണ്, ജാതീയത വളർത്താൻ വേണ്ടിയല്ല. ശിവഗിരി മഠവും SNDP തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണ്? ശിവഗിരി മഠം ആധ്യാത്മിക തലത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. SNDP യോഗം ഭൗതികമായൊരു തലത്തിലാണ് നിന്ന് പ്രവർത്തിക്കുന്നത്. രണ്ടിനും രണ്ട് ഭരണഘടനയാണ്, രണ്ട് രീതിയിലുള്ള അംഗങ്ങളാണുള്ളത്. രണ്ട് തലത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു. അതിൽ സഹകരിക്കാൻ പറ്റാവുന്ന മേഖലയിൽ പരസ്പരം സഹകരിച്ചു പോകണമെന്നുള്ള അഭിപ്രായമാണ് ശിവഗിരിക്കുള്ളത്. അങ്ങനെ ഒരു സഹകരണം ഈ കാലങ്ങളിലുണ്ടോ? സഹകരിച്ച കാലമുണ്ട്. ശിവഗിരിയോട് സഹകരിച്ച് ശിവഗിരി SNDP യോഗം സഹകരിച്ച് പോയിട്ടുള്ള കാലമുണ്ട്. ഇപ്പോഴത്തെ സംബന്ധിച്ച് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഞങ്ങൾ തീർത്ഥാടനത്തിന് ക്ഷണിച്ചിരുന്നു. യോഗത്തിൻ്റെ മറ്റ് നേതാക്കന്മാരും തീർത്ഥാടനത്തിലുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇന്നലെ SNDP യോഗത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ പുനലൂരിൽ പോയി പങ്കെടുത്തു. അതുകൊണ്ട് യോജിക്കാൻ പറ്റാവുന്ന തലത്തിൽ ഇപ്പോഴും യോജിച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. SNDP യോഗത്തിന്മേൽ മഠത്തിന് എന്തെങ്കിലും തരത്തിൽ ആത്മീയമായ ഒരു റോളുണ്ടോ? SNDP യോഗത്തിനെ നിയന്ത്രിക്കുന്നതിലോ? ഇല്ല 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 ഒന്നുമില്ല. അത് അവരാണ് നിശ്ചയിക്കേണ്ടത്. ശിവഗിരി മഠത്തിൽ ട്രസ്റ്റിൽ തിരഞ്ഞെടുപ്പുകൾ നടക്കാറുണ്ട്. ആളുകൾ മാറി വരാൻ സ്വാമിമാർ പലരും പല സമയത്ത് വരാറുണ്ട്. പക്ഷെ SNDP യോഗത്തിൽ നമ്മൾ സമുദായത്തിൽ നിന്ന് തന്നെ ഉള്ള ഒരു വലിയ ആക്ഷേപവും ഒരുപാട് വിഭാഗം ആൾക്കാർ അതിനെതിരായി നിൽക്കുന്നുണ്ട്. ഒരാള് തന്നെ ഒരേ പോസ്റ്റിൽ വർഷങ്ങളായി തുടരുന്നു. അതൊരു ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ വളർച്ചയ്ക്ക് അഭികാമ്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, SNDP യോഗത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഓരോ നേതാക്കന്മാർ വരുന്നു, കുറേ കാലം ഇരിക്കുന്നു, മാറിപ്പോകുന്നു, പുതിയ ആളുകൾ വരുന്നു. അങ്ങനെ ഒരു പാരമ്പര്യത്തിലാണ് SNDP യോഗം പിന്തുടരുന്നത്. നേതാക്കൾ ഇങ്ങനെ മാറി 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 വരുന്നതാണ് ഒരു സംഘടനയെ സംബന്ധിച്ച് എപ്പോഴും അഭികാമ്യമായിട്ടുള്ളത്. നേരത്തെ പറഞ്ഞപ്പോൾ ശിവഗിരി മഠവും SNDPയും യോജിക്കാവുന്ന മേഖലകളിലൊക്കെ യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. യോജിക്കാനാകാത്ത മേഖലകളുണ്ടോ SNDPയുമായിട്ട്? രണ്ടും ഒന്ന് ആധ്യാത്മിക തലത്തിലും ഒന്ന് ഭൗതിക തലത്തിലും നിൽക്കുകയല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അഭിപ്രായ ഭേദങ്ങൾ വരുമല്ലോ. ഒരേ ആശയങ്ങൾ ഇപ്പോൾ ജാതീയത ഇല്ലാതാക്കുക, ചാതുർവർണ്ണ്യം ഇല്ലാതാക്കുക, പിന്നെ ആധ്യാത്മികമായ ആചാരാനുഷ്ഠാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു ഐകരൂപ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. എന്നാൽ SNDP യോഗത്തിൻ്റെ നമുക്ക് മൊത്തത്തിൽ തന്നെ പറഞ്ഞാൽ അതിൻ്റെ നേതാക്കന്മാർക്ക്
ഉള്ള സാമൂഹ്യമായ ബന്ധങ്ങളും അവരുടെ ബിസിനസ്സും മറ്റു കാര്യങ്ങളും അതൊക്കെ കച്ചവട താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്വാമി പറഞ്ഞതിന് നേരെ, അതായത് ശ്രീനാരായണ ഗുരു പറഞ്ഞതിന് നേരെ വിരുദ്ധമാണ് പലരുടെയും കച്ചവട താല്പര്യങ്ങൾ. ഞാൻ അതിനെക്കുറിച്ച് അകത്തേക്ക് കടന്നെന്ന് പറയാനും വിമർശിക്കാനും അങ്ങനെ താല്പര്യപ്പെടുന്നില്ല. ശരി, അതിനോട് ഒന്നുകൂടെ ആവർത്തി ചോദിച്ചാൽ, ഈ മഠവും SNDP-യും ഈ പരസ്പര പൂരകമായി നിൽക്കേണ്ടതാണ്. പക്ഷെ പലപ്പോഴും മഠത്തിന്റെ ഒരു കൺട്രോൾ ഏറ്റെടുക്കുന്നതിൽ SNDP ഒരു അമിത വ്യഗ്രത കാണിക്കുന്നതായിട്ട് കാണാറുണ്ട്. കഴിഞ്ഞ ഒരു 30-40 വർഷം നോക്കിക്കഴിഞ്ഞാൽ മഠത്തിൽ ആര് ഭരിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നതിൽ SNDP-യും ഇല്ല, ഒരു പങ്കും ഇല്ല. ഇല്ല, ഒരു പങ്കും. പ്രകാശാനന്ദ സ്വാമികളുടെയും ശാശ്വതാനന്ദ സ്വാമികളുടെയും സമയത്ത് ഈ അല്ല, SNDP അതില് പലരും ഇങ്ങോട്ട് വരുന്നതല്ലേ. ഇല്ല, അതിൻ്റെ അകത്ത് SNDP യോഗത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പം ശിവഗിരി വന്ന ഭരണമാറ്റത്തിൽ ശാശ്വതാനന്ദ സ്വാമി വന്നപ്പോഴും പ്രകാശാനന്ദ സ്വാമി വന്നപ്പോഴും ഇപ്പോഴത്തെ സ്ഥിതിയിലും SNDP യോഗത്തിന് ഒരു സ്വാധീനമില്ല, ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കത്തുമില്ല, നാളെയും സാധിക്കില്ല. കാരണം ഇവിടെ സന്യാസിമാർ മാത്രമാണ്. സന്യാസിമാർ അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാട് വെച്ച് നിലനിൽക്കുന്നവരാണ്. അവരെ ഒന്ന് സ്വാധീനിക്കാൻ ഒന്നും സാധിക്കില്ല. എന്തെങ്കിലും അങ്ങനെ ഒരു ശ്രമം, അങ്ങനെ ഒരു ആഗ്രഹം അവരിൽ നിന്നുണ്ടായിട്ടുണ്ടോ, തോന്നിയിട്ടുണ്ടോ? അങ്ങനെ SNDP യോഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് അഭികാമ്യമായിട്ടുള്ള ആളുകൾ തലത്തിൽ വരണമെന്ന് അവർ സ്വാഭാവികമായിട്ടും ആഗ്രഹിച്ചേക്കാം. നമ്മളും ആഗ്രഹിക്കല്ലേ. ഈ ആത്മീയത മാത്രം ഫോളോ ചെയ്യുന്ന ശിവഗിരി മഠത്തില് എന്തുകൊണ്ടാണ് ഇത്രയും ഭയങ്കര പൊളിറ്റിക്കൽ ഫൈറ്റും, 2 വിഭാഗമായി തിരിയുക, ഇലക്ഷൻ നടത്തുക, 4 പേരെ പുറത്താക്കുക, പിന്നെ 4 പേരെ കോഓപ്റ്റ് ചെയ്യുക? ആത്മീയത തന്നെയല്ലേ ശിവഗിരി മഠം ഫോളോ ചെയ്യുന്നത്? അല്ല, ഇവിടെ ശിവഗിരിയിൽ ഞാൻ പറഞ്ഞില്ലേ, അടുത്ത കുറേ വർഷങ്ങളായിട്ട് ഇവിടെ യാതൊരു പൊളിറ്റിക്സും ഇല്ല. ഇവിടെ ഒരു വിഭാഗീയതയില്ല, ഒരു ഗ്രൂപ്പും ഇല്ല. എല്ലാ സന്യാസിമാരും ഒരേ മനസ്സോടുകൂടി പരസ്പരം സ്നേഹത്തോടെ, ധാരണയോടെ, വിശ്വാസത്തോടെ പോകുന്നു. ഇടക്കാലത്ത് ഞാൻ പറഞ്ഞു, അത് ഒരു സ്വാമിക്ക് അധികാരത്തിലിരിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വാശി, അതിൻ്റെ ഭാഗം കൊണ്ടുണ്ടായ അഭിപ്രായ ഭേദങ്ങളും സംഘടനകളും അതാണ് പുറത്തു വന്നത്. അതിന് മുൻപ് അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങ് ഇപ്പോഴത്തെ മഠത്തിന്റെ അധിപതിയാണ്. അപ്പോൾ മഠാധിപതിയായിരിക്കുന്നതിന്റെ അധികാരം എന്താണ് അങ്ങ് ഇപ്പോൾ പറഞ്ഞതുപോലെ? ശിവഗിരി മഠാധിപതി എന്ന് പറയുന്നത് ശ്രീനാരായണ ഭക്തന്മാരുടെ ഒരു സേവകൻ എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീനാരായണ ഭക്തന്മാരുടെ ഭൗതികമായും ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി പ്രവർത്തിക്കുക. സേവന താല്പര്യം കൊണ്ടാണ് മഠാധിപതിയായിരിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് ചിലരെങ്കിലും. അങ്ങനെ വ്യഗ്രതയൊന്നും നമുക്കില്ല. മതത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇന്നിപ്പം വലിയ എല്ലാ തലത്തിലും ഉള്ള ഒരു സംവാദവും ഒക്കെ നടക്കുന്നത് ഇന്ത്യയിൽ ഹിന്ദുമതം എന്ന് പറയുന്നത് വൈവിധ്യമായിട്ടുള്ള ഒരു സംസ്കാരവും ആചാരങ്ങളും ഒക്കെ ചേർന്നതാണ്. അതിനെ ഒരു ഏകശിലാരൂപത്തിലുള്ള ഒരു പ്രത്യേക ഒരു മതമാക്കി മാറ്റാനായിട്ട് വലിയ ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള ഒരു ആരോപണം നടക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? അല്ല, അത് ഹിന്ദുമതത്തെ സംസ്കരിച്ച് ഒരു ശക്തമായ മതമാക്കി മാറ്റിയെടുക്കുവാൻ വിവേകാനന്ദ സ്വാമി അടക്കമുള്ളവർ വലിയ ശ്രമങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്വാമിയുടെ പ്രസംഗത്തിലും എഴുത്തിലുമൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു മതത്തിനാണ് വാസ്തവത്തിൽ ഈ രാജ്യത്തെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ ഐക്യതയും അഖണ്ഡതയും ഒക്കെ സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അത് വിവേകാനന്ദ സ്വാമിയും വെച്ച് പുലർത്തിയിരുന്നതായിട്ട് സ്വാമിയുടെ ലേഖനങ്ങളിലും പ്രസംഗങ്ങളിലൊക്കെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളും തമ്മിൽ എന്തെങ്കിലും തരത്തിൽ താരതമ്യം ചെയ്യാൻ കഴിയുന്നതാണ്? രണ്ടിനും 2 ലക്ഷ്യമാണ്. രാമകൃഷ്ണ മിഷനാണെന്ന് ഇപ്പോൾ വിവേകാനന്ദ സ്വാമിയുടെ ആ ഒരു ചിന്താഗതി വെച്ച് പുലർത്തുന്നത് രാമകൃഷ്ണ മിഷനാണ്. മറ്റേ അഖണ്ഡ ഭാരതവും മറ്റു കാര്യങ്ങളും മറ്റേ BJPയുടെയും സംഘപരിവാറിൻ്റെയും ലക്ഷ്യമാണ്. അവരും പറയുന്നത് എന്താണ്? ഞങ്ങൾ വിവേകാനന്ദ സ്വാമിയുടെ ഫോളോവേഴ്സാണ്, വിവേകാനന്ദ സ്വാമി പറഞ്ഞ ആശയമാണ് ഞങ്ങൾ ഉൾക്കൊള്ളുന്നതും പ്രചരിപ്പിക്കുന്നതും. അത് ഗുണകരമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, അത് അവരുടെ അനുഷ്ഠാനം, നമുക്കതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചെന്താ വെച്ചാൽ അന്ന് ഇത് ചെയ്തത് മതത്തിനകത്തുള്ള ചില മാമൂലുകളെയൊക്കെ മാറ്റി ഇതിനെ ശുദ്ധീകരിക്കുകയായിരുന്നു. ഇന്ന് പക്ഷേ അതിനെ കൂടുതലായിട്ടൊരു പൊളിറ്റിക്കൽ അജണ്ട ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്.
അത് എത്രത്തോളം അല്ല, ഇന്ന് അത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് അത് ആവശ്യമാണെന്ന് അവർ ധരിക്കുന്നു. അത് അവരുടെ വിശ്വാസമല്ല. ഇതോ നമ്മളെ സംബന്ധിച്ച് ഈ ദേശീയ തലം വിട്ട് അന്തർദേശീയ തലത്തിൽ നമ്മളോട് ചിന്തിക്കുന്നു. ഗുരുവിൻ്റെ ദർശനം അതാണ്. ഇടയ്ക്കൊരു വിവാദം ഉണ്ടായിരുന്നല്ലോ, ഈ നമ്മുടെ ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ജന്മഭൂമിയിൽ വന്ന ലേഖനം. ചട്ടമ്പി സ്വാമികളാണ് ഈ പ്രതിഷ്ഠ, കരിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ഒരു പ്രചോദനമായി തീർന്നത്. അത് സ്വാമി അതിനെ വളരെ ശക്തമായിട്ട് വിയോജിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ എന്താണ് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള ബന്ധം? ചട്ടമ്പി സ്വാമിയും ഗുരുദേവനും ഒരു ഞെട്ടിൽ വിരിഞ്ഞ രണ്ട് പൂക്കളാണ്. രണ്ടുപേരും ആത്മസഹോദരന്മാരാണ്. ആത്മസൗഹൃദം പങ്കിട്ടിരുന്നു. അതിൽ ഒരാൾ മറ്റൊരാളുടെ ശിഷ്യനാണ് എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല, വെറും കൽപ്പനയാണ്. അപ്പോൾ ഈ ചട്ടമ്പി സ്വാമിയുടെ ശിഷ്യനാണ് ഗുരുദേവന് വരുത്തി തീർക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് പഴയ മേധാവിത്വം ഉറപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ പിന്നിൽ. അതിനുവേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. അതെ, അത് ജന്മഭൂമിയിലാണ് വന്നത്. അതെ 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 ഞാൻ മറുപടി വ്യക്തമായിട്ട് മറുപടി എഴുതിയിരുന്നു. ഈ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു മുഖ്യമന്ത്രി ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, ശ്രീനാരായണ ഗുരു നിരാകരിച്ച പട്ടും കാവിയും എല്ലാം തിരിച്ചു കൊണ്ടുവരാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, അത് തിരിച്ചറിയണം. ഈ ഗുരു കാവ്യയെ നിരാകരിച്ചിരുന്ന ഒരു കാവ്യം നിരോധിച്ചിട്ടില്ല. അത് മുഖ്യമന്ത്രിക്ക് സംഭവിച്ചത് എന്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഗുരു 1918 മുതൽ 28 വരെ മഹാസമാധി വരെ 10 വർഷക്കാലം കാഷായ വസ്ത്രമായിരുന്നു. ശിഷ്യന്മാർക്ക് കൊടുത്തിരുന്നതും കാഷായ വസ്ത്രമാണ്. ഇന്ന് ശിവഗിരി സന്യാസിമാർ ധരിക്കുന്ന കാഷായമാണ്. ആ കാഷായവും അത് പിന്നെ എന്തെങ്കിലും എന്തെന്നാ പറയുന്നത്, ഒരു ഹിന്ദു മതത്തിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള പിന്നെ സവർണ ഫാസിസം അടിച്ചുറപ്പിക്കുന്നതാണെന്നോ വർഗീയമാണെന്നോ എന്ന് പറയുന്നതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. ഗുരുദേവൻ മാത്രമല്ല, വിവേകാനന്ദ സ്വാമിയും നമ്മുടെ ഗുരുക്കന്മാരെല്ലാം കാഷായ വസ്ത്രധാരികളായിരുന്നു. അല്ല, ഗുരുദേവൻ കാഷായമാണല്ലോ കൊടുത്തിരിക്കുന്നത്. പീതാംബരം തീർത്ഥാടകർക്ക് വേണ്ടിയാണ് വിധിച്ചിട്ടുള്ളത്. അതെ, സന്യാസിമാർക്ക് കാഷായമാണല്ലോ ഗുരു വിധിച്ചത്. അതുപോലെ അങ്ങയുടെ നേതൃത്വത്തിലാണ് ഈ ഗുരു മന്ദിരങ്ങൾക്ക് പകരം ഗുരുക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞൊരു ഇത് വരുന്നത്. അത് ഈ സമുദായം എങ്ങനെയാണ് അത് സ്വാംശീകരിച്ചോ അംഗീകരിച്ചോ? രണ്ട്, ഈ ഗുരുദേവനെ ഒരു ഇത്തരത്തിലൊരു ദൈവമാക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യവും. ഗുരുദേവനെ ദൈവമാക്കേണ്ടതില്ല, ഗുരുദേവൻ ദൈവം തന്നെയാണ്. ദൈവത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ അതിനെ ആശ്രയിച്ചിരിക്കും. ദൈവം എന്ന് പറഞ്ഞാൽ ഒളിച്ചിരുന്ന് ശിക്ഷാരക്ഷ നൽകുന്ന ഒന്നാണ് എന്ന് പലരും ധരിച്ചു വെക്കുന്നു. ചിലർക്ക് ദൈവം ശിവനാണ്, സുബ്രഹ്മണ്യനാണ്, ഗണപതിയാണ്, ഇങ്ങനെയാണെന്നുള്ള ചില വിശ്വാസങ്ങൾ ദേവീദേവന്മാരാണെന്നുള്ളതാണ്. എന്നാൽ ഗുരുദേവൻ ദൈവദശ എഴുതിയിട്ടുണ്ട്. 10 ശ്ലോകങ്ങളിലൂടെ ദൈവത്തിന് നമ്മുടെ സ്വരൂപം നമ്മുടെ മുമ്പ് വെളിപ്പെടുത്തുന്നു. അവിടെ ഒരു മൂർത്ത രൂപമല്ല ഗുരുദൈവത്തിന് കൊടുത്തിരിക്കുന്നത്. ദൈവം നാമമില്ല, രൂപമില്ല. സൃഷ്ടിയാണ്, സൃഷ്ടാവാണ്, സൃഷ്ടിജാലമാണ്, സൃഷ്ടിക്കുള്ള സാമഗ്രിയാണ്, മായയാണ്, മായാവിയാണ്, വർത്തമാനകാലമാണ്, ഭൂതകാലമാണ്, ഭാവികാലമാണ്, ചിദാനന്ദനാണ്, ദയാസിന്ധുവാണ്, ദീനാവന പരായണനാണ്. ഇതൊക്കെയാണ് ഗുരു ദൈവത്തെക്കുറിച്ച് പറയുന്നത്. അങ്ങനെയുള്ള ദൈവത്തെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. നാമരൂപരഹിതമായ സത്യമാണ്. ആ ദൈവത്തെ പിന്നെ സാധാരണക്കാർക്ക് കണ്ടറിയുവാൻ ഒരു മാർഗം, ഒരു ഉപാധി. ആ ഉപാധി എന്ന നിലയിലാണ് ദേവീദേവ സങ്കല്പങ്ങൾ. ഈശ്വരോ ഭൂതകലയ പ്രവിഷ്ടോ ഭഗവാനിധി എന്നൊക്കെ പറയും. ഈശ്വരനെ രൂപമായിട്ട് ശിവനെന്നോ സുബ്രഹ്മണ്യൻ ഒരു മൂർത്തിയായിട്ട് കാണും. ആ മൂർത്തിയെ ഉപാസിച്ച് ദൈവത്തെ കണ്ടെത്തും. അപ്പോൾ ആ ഒരു സിമ്പലിലൂടെ മനസ്സിനെ ഏകാഗ്രമാക്കി ദൈവോപാസന ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ
ഈ ദേവീദേവ സങ്കല്പങ്ങളാണ്. ഗുരു സങ്കല്പമല്ല, ഉണ്മയാണ്. അപ്പോൾ അമൂർത്തമായിരിക്കുന്ന ആ ദൈവസത്യത്തെ ഗുരുവാകുന്ന മൂർത്ത രൂപത്തിൽ കണ്ട് ഉപാസന ചെയ്യുന്നതാണ് ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള ഈശ്വരോപാസന. അതുകൊണ്ടാണ് ഇപ്പം ക്രൈസ്തവർ യേശുവിനെ ദൈവമായിട്ട് ആരാധിക്കും. യേശു കുരിശിൽ കണ്ടുകൊണ്ട് എൻ്റെ പിതാവേ പിതാവേ എന്ന് പ്രാർത്ഥിക്കുന്നെങ്കിലും ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് യേശു ദൈവമാണ്. ആ ഒരു സങ്കല്പത്തിലാണ് കുമാരനാശാനും മറ്റും ഗുരുദേവനെ ദൈവമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് ഈ ഗുരുക്ഷേത്രങ്ങൾ എന്നുള്ള അതെ, ആ സങ്കല്പത്തിൽ ഇപ്പം നമ്മൾ നിർമ്മിക്കുന്നതെല്ലാം ഗുരുക്ഷേത്രങ്ങളാണ് ഇപ്പോൾ. അതെ, അതൊരു പ്രത്യേക പൂജ അങ്ങനെ അവിടെ ഗുരുവിൻ്റെ പൂജയും ആരാധനയും അനുഷ്ഠാനങ്ങളെല്ലാം വൈദിക വിധി പ്രകാരം തന്നെ നടക്കും. ഗുരു പറഞ്ഞത് നമുക്കിനി ക്ഷേത്രങ്ങൾ വേണ്ട, വിദ്യാലയങ്ങളാണെന്ന്. അത് സൂക്ഷ്മമായി പഠനം അർഹിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഗുരു അങ്ങനെ ക്ഷേത്രങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഗുരു ക്ഷേത്രങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ജനിച്ച ആളല്ല. ക്ഷേത്രങ്ങൾ ആവശ്യത്തിനായി. ഇനി നമുക്ക് വിദ്യാലയങ്ങൾ വേണം, വ്യവസായശാലകൾ വേണം, ആശുപത്രികൾ വേണം, വായനശാലകൾ വേണം, പൂന്തോട്ടങ്ങൾ വേണം. ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഉണ്ടാകണം. അതിൻ്റെ കൂടെയുള്ളതാണ് ക്ഷേത്രവും. ക്ഷേത്രം വേണ്ടെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. നേരത്തെ അങ്ങ് പറഞ്ഞത് ഇപ്പോ ഈ അദ്വൈത സിദ്ധാന്തത്തെ കുറിച്ച് പറഞ്ഞു. അദ്വൈത സിദ്ധാന്തത്തിന്റെ പ്രചാരകനായിട്ട് കേരളത്തിലും ഇന്ത്യയിലും മൊത്തം അറിയപ്പെടുന്നത് ശങ്കരനാണ്. അതേസമയം അങ്ങ് തന്നെ പറഞ്ഞു ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വേ ഓഫ് ലൈഫ് തന്നെ അദ്വൈതമായിരുന്നു. ശരിക്കും അദ്വൈത സിദ്ധാന്തത്തിന്റെ പ്രചാരകൻ എന്ന നിലയ്ക്ക് കൂടുതൽ അറിയപ്പെടേണ്ടത് നാരായണ ഗുരു ആയിരുന്നു എന്ന് കരുതുന്നുണ്ടോ? ഗുരു അറിയപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടല്ലോ. അല്ല, പക്ഷെ ഇപ്പോഴും നമ്മൾ അദ്വൈതം എന്ന് പറഞ്ഞാൽ ശങ്കരനാണ് പറയുന്നത്, നാരായണനാണ്. അല്ല, അത് ശ്രീനാരായണ ഗുരുവിൻ്റെ അദ്വൈതപരമായിട്ടുള്ള സംഭാവനകളെ വേണ്ടവണ്ണം വിലയിരുത്തുവാൻ കേരളീയ ജനസമൂഹത്തിന് ഇന്നും സാധിച്ചിട്ടില്ല. ശ്രീനാരായണ ഗുരുവിനെ തന്നെ വിലയിരുത്തുന്നതിൽ കേരളീയ സമൂഹം പരാജയമാണ്. വാസ്തവത്തിൽ ശ്രീനാരായണ ഗുരു ആരാണ്? ഗുരു ഒരു അധ്യാത്മ ഗുരുവാണ്. ഗുരു നിർവഹിച്ച സാമൂഹിക പരിഷ്കരണം, സാമൂഹിക വിപ്ലവം, അതൊക്കെ അധ്യാത്മ ഗുരുവിൻ്റെ ജീവിതത്തിൻ്റെ ഓരോരോ പാർട്ടുകൾ മാത്രമാണ്. പക്ഷെ ഇവിടെ ഗുരു വിലയിരുത്തപ്പെടുന്ന ഗുരു ഒരു സാമൂഹിക പരിഷ്കർത്താവാണ്, സാമൂഹിക വിപ്ലവകാരിയാണ്, ഈഴവ സമുദായത്തിൻ്റെ ആചാര്യനാണ്, സ്വാമി, ഇങ്ങനെയൊക്കെയാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ ഗുരു അതിനെല്ലാം അതീതമായി ഒരു ജാതി മത ദേശ ചിന്തകൾക്കെല്ലാം അപ്പുറത്ത് നിൽക്കുന്നൊരു വിശ്വഗുരുവാണ്. അപ്പോൾ ആ വിശ്വഗുരുവിനെ അറിയാൻ കേരളീയർക്ക് സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഗുരുവിനെ സാമൂഹിക പരിഷ്കർത്താവും വിപ്ലവകാരിയും മാത്രമായിട്ട് ചിത്രീകരിക്കപ്പെട്ട് പഠിക്കുന്നത് കൊണ്ട് ഗുരുദേവൻ്റെ താത്വികമായ ദാർശനികമായ സംഭാവനകളെ വേണ്ടവണ്ണം വിലയിരുത്തുവാൻ കേരളീയ മനസ്സിന് സാധിച്ചിട്ടില്ല. അപ്പം അദ്വൈത വേദാന്തപരമായ ഗുരുവിൻ്റെ വലിയ സംഭാവന ഇപ്പം ശങ്കരാചാര്യത്തിൽ നിന്നും ഗുരുവിനിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വലിയ മാറ്റം നമുക്കവിടെ കാണാൻ സാധിക്കും. ശങ്കരദർശനത്തിൽ മനുഷ്യൻ വെറും പരമാണുപ്രായനാണ്. മനുഷ്യനല്ല അവിടെ പ്രസക്തി, തത്വദർശനത്തിനാണ്. ഗുരുവിലേക്ക് കടന്നു വന്നപ്പോൾ തത്വദർശനത്തിന് ഉപരിയായിട്ട് മനുഷ്യനെ ഗുരു കണ്ടു. മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായ ഗുരുദർശനത്തെ മാറ്റിയെടുത്തു. ആ ഒരു വ്യതിരിക്തത വേണ്ടവണ്ണം വിലയിരുത്തപ്പെട്ടിട്ടില്ല കേരളത്തിൽ. അതൊരു പക്ഷെ നമ്മുടെ കൂടെ പരാജയമായിക്കൂടെ? അതായത് നാരായണ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ശ്രീനാരായണ ധർമ്മസംഘത്തിനോ അല്ലെങ്കിൽ SNDPക്കോ ഒക്കെ കഴിഞ്ഞില്ല എന്നുകൂടെ അല്ലേ സൂചിപ്പിക്കുന്നത്? കഴിഞ്ഞില്ല എന്നുള്ള അർത്ഥമല്ല, അവർ ആകുന്ന രൂപത്തിൽ ചെയ്തു. പക്ഷേ ഈ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ പറയുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടത് ശിവഗിരി മഠവും SNDP യോഗവും മാത്രമാണ് എന്ന് കരുതരുത്. ആധുനിക കേരളത്തെ സൃഷ്ടിച്ചെടുത്ത ആൾ ഗുരുവാണ്. അങ്ങനെയാകുമ്പോൾ ഇവിടെയുള്ള സർവ്വ മതസ്ഥർക്കും സർവ്വ ജനവിഭാഗങ്ങൾക്കും സംഘടനകൾക്കും ഗുരുവിനോട് കടപ്പാടുണ്ട്. അവരെല്ലാം അത് ചെയ്യേണ്ടതാണ്, അവരത് ചെയ്യുന്നില്ല. ഇത്തരം
മതാതീതമായ ഒരു ആത്മീയതയാണ് ശരിക്കും ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെയും മറ്റുമൊക്കെ തന്നെ കടന്നു വരുന്നത്. അത്തരം ഉള്ള ഒരു ഗുരുദേവനെ ഇപ്പം ഈ അടുത്ത കാലങ്ങളിലായിട്ട് സംഘപരിവാർ പോലുള്ള ഹിന്ദുത്വവാദികൾ പറയുന്നത് അവരുടേതായി അപ്രോപ്രിയേറ്റ് ചെയ്യാൻ, സ്വാംശീകരിക്കാനായി ശ്രമിക്കുന്നത്. ഗുരുദേവൻ അങ്ങനെ ചുരുക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ സംഘപരിവാറുകാർ അങ്ങനെ ചെയ്യുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നില്ലേ ഗുരു ഞങ്ങളുടെ ഗുരുവാണ്, ഗുരു വലിയ കമ്മ്യൂണിസ്റ്റാണ്. ഏതോ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞു ഗുരുവിന് ജീവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ പോളിറ്റ് ബ്യൂറോയിൽ അംഗത്വം കൊടുക്കുമായിരുന്നു. അപ്പം ഗുരു വലിയ കമ്മ്യൂണിസ്റ്റാണെന്ന് അവർ കരുതുന്നു. ഇവർ ഗാന്ധിയന്മാർ ഗുരു ആ രൂപത്തിലുള്ള ആളാണ്, അവരുടെ കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ആളാണെന്ന് അവർ വിലയിരുത്തുന്നു. ഇല്ലേ? ഇപ്പം നമ്മുടെ PDP മദനി ഉണ്ടല്ലോ, മദനിയുടെ പോസ്റ്ററിലും ഗുരുവിൻ്റെ പടം വെക്കുന്നുണ്ട്. അപ്പോൾ അത് കേരളത്തിലുള്ള ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം തന്നെ ഒരു വിൽപ്പന ചരക്കാണ് ഗുരു. അവർ നോക്കുമ്പോൾ അവർക്ക് സ്വീകാര്യമായ എന്തോ ചിലതൊക്കെ കാണും. ഈ ജാതീയനിഷ്ഠമായ പഴയ ഭൂതകാലത്തിന്റെ ചില ബിംബങ്ങൾ ഇപ്പോഴും ജനാധിപത്യ കാലത്തിൽ നമ്മൾ വലിയ ബിംബങ്ങളായിട്ട്, ഉദാഹരണത്തിന് ഈ തിരുവിതാംകൂർ രാജവംശം, ഈ രാജവംശം എങ്ങനെയാണ് ഡോക്ടർ പൽപ്പുവിനെ പോലുള്ള ആളുകളോട് പെരുമാറിയെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ഈ ജനാധിപത്യ ലോകത്തിൽ പോലും അങ്ങനെയുള്ള ബിംബങ്ങളെ നമ്മൾ കൊണ്ടാടേണ്ടതുണ്ടോ? ഇപ്പം അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടോ? രാജവംശങ്ങളെയൊക്കെ നമ്മളിപ്പോൾ കൊണ്ടാടുന്നു, അതൊക്കെ മാറിയല്ല. പത്മശ്രീ കിട്ടി കഴിഞ്ഞ ദിവസം കവടിയാർ കൊട്ടാരത്തിലെ ഇപ്പോഴത്തെ പ്രിൻസസിന്. അല്ല, അവരിൽ നിന്നും അർഹരാവരുണ്ടെങ്കിൽ കൊടുക്കുന്നതിന് വിരോധമില്ല. അവർ ആ ഒരു വിഭാഗത്തിന് കിട്ടാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയ നേതാക്കളെല്ലാം അവിടെ പോവുകയാണ്. രാജകൊട്ടാരത്തിൽ പോയി ഇവരെ കാണുന്നു. ഇപ്പോഴും ഇവിടെയുള്ള കാണി സമുദായത്തിൽ നിന്നുള്ള ആൾക്കാർ ഒരു പ്രത്യേക ദിവസം ഇവിടെ വന്നു കാണിക്ക വെക്കുന്നു, കാഴ്ചക്കുല വെക്കുന്നു. ഈ അത്തരം ഒരു ആചാരങ്ങൾ എന്ന് പറഞ്ഞ രാജവാഴ്ച കഴിഞ്ഞു. ഇതൊരു ജനാധിപത്യത്തിന്റെ ഒരു കാലമാണ്. ഒരു ജാതിപരമായിട്ടുള്ള ഇത്തരം ഇതെല്ലാം മാറിക്കഴിഞ്ഞു. അപ്പോഴും ഈ ഇത്തരം സവർണ ബിംബങ്ങൾ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന്. അല്ല, ആളുകളെ പരമ്പരാഗതമായ ചില വിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയല്ലേ. അവരുടെ ജീവിതത്തിൽ നിന്ന്, രക്തത്തിൽ നിന്ന്, സംസ്കാരത്തിൽ നിന്ന് അത് പോയിട്ടില്ല. ആ പഴമയുടേതായിട്ടുള്ള അവശിഷ്ടങ്ങൾ ബാക്കി നിൽക്കുന്നുവെന്ന് കരുതിയാൽ പോരെ. പക്ഷെ ഇതൊക്കെയാണ് ഗുരു എടുത്തു മാറ്റാൻ ശ്രമിച്ചത്. അതെ, എന്തൊക്കെയാണോ വേണ്ടാന്ന് വെച്ചത്, എന്തിനാണോ മിശ്രഭോജനം നടത്തിയത്, അല്ലെങ്കിൽ എന്തിനാണോ ഇതൊന്നും ചെയ്യരുതെന്ന് പറയുന്നത്, അത് തന്നെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗുരുവിൻ്റെ ചിന്തയ്ക്കൊപ്പം ഉയരാൻ നമുക്ക് സാധിച്ചോ? ഡോക്ടർ പൽപ്പുവിന്റെ ചിന്തക്കെങ്കിലും പൽപ്പുവിന്റെ പിന്മുറക്കാരാണ് അവിടെ പോയിട്ട് ഏറെ പഠിക്കുന്നത്. അല്ല, അത്തരം കാര്യങ്ങളിലൊന്നും മഠത്തിന് ഒരു ആത്മീയമായ വഴിയോ അല്ലെങ്കിൽ ഒരു ഉപദേശം കൊടുക്കാനോ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. നമ്മളപ്പോൾ അതാത് സമയത്ത് ഗുരുവിൻ്റെ ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ട് ജനസമൂഹത്തെ ബോധവാന്മാരാക്കാൻ വേണ്ടിയുള്ള പ്രസ്താവങ്ങളും ലേഖനങ്ങളെല്ലാം നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മളങ്ങനെ ബോധവൽക്കരിക്കാറുണ്ട്. കുറച്ചൊരു വിമർശനാത്മകമായിട്ട് പറഞ്ഞാൽ മഠം ഇപ്പോഴും ഈഴവ സമുദായത്തിന്റെ ഒരു വോട്ട് ബാങ്കാണ് പൊളിറ്റിക്കൽ പാർട്ടീസ്. അല്ല, മഠത്തെ സംബന്ധിച്ച്, ശിവഗിരി മഠത്തെ സംബന്ധിച്ച് ഇവിടെ ജാതിയോ മതമോ അങ്ങനെ വിഭാഗീയമോ ചിന്താഗതി ഒന്നും ഇവിടെയില്ല. ഗുരുവിൻ്റെ ആദർശത്തെ ഉൾക്കൊള്ളുന്ന ഏതൊരാൾക്കും ശിവഗിരി കടന്നു വരാം. ഇവിടുത്തെ അന്തേവാസികളാകാം, ഇവിടെ സന്യാസിമാരാകാം, ഈ സംഘത്തിൽ ചേരാം. ഇപ്പോഴും ഉണ്ടങ്ങനെ. മഠം ശിവഗിരി തീർത്ഥാടന സമയത്ത് BJP നേതാക്കളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെ മറ്റൊക്കെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും പറയേണ്ടത് വേണം, മഠം വലതുപക്ഷ ഒരു ഹിന്ദുത്വ ചായ്വിലേക്ക് മാറിക്കഴിഞ്ഞു. അല്ല, മഠത്തിൽ ഇവിടെ പിന്നെ ഈ പിണറായി വിജയനായിരുന്നു ഇപ്രാവശ്യം തീർത്ഥാടനം ഉദ്ഘാടനം. ഈ വർഷമല്ല, എത്രയോ അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നടന്ന തീർത്ഥാടനങ്ങളെല്ലാം ഉദ്ഘാടനം ചെയ്ത അദ്ദേഹമാണ്. നമ്മളിവിടെ രാഷ്ട്രീയം വെച്ച് പുലർത്താറില്ല.
സോണിയാഗാന്ധിയെ കൊണ്ടുവന്നിട്ടുണ്ട്, രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ട്, നരേന്ദ്രമോദിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പം നമ്മൾ നിർമ്മല സീതാറാമനെ വെച്ചിരുന്നു, അവർ വന്നില്ല. നമുക്കങ്ങനെയില്ല, ഭേദമില്ല. രാജ്യം ഭരിക്കുന്നവരെ നമ്മൾ ക്ഷണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റു മതസ്ഥരിലെ നേതാക്കള്, മറ്റേ ആത്മീയ നേതാക്കളൊക്കെ വരാറുണ്ടോ? വരാറുണ്ട്, തീർച്ചയായിട്ടും വരാറുണ്ട്. നമ്മുടെ തീർത്ഥാടന പരിപാടിയിലും അവരെ പങ്കെടുപ്പിക്കാറുണ്ടല്ലോ. നമ്മളെ അവരും കൂട്ടിക്കൊണ്ട് പോകാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത ദിവസം എനിക്ക് ഒരു അരമനയിൽ ഒരു വലിയ പ്രോഗ്രാമുണ്ട്, ഈ പിന്നെ മാർത്തോമാ സഭയുടെ. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഈ ഒരു നൂറ്റാണ്ട് കഴിയാറാവുമ്പോഴും ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് ഈഴവ സമുദായത്തിന്റെ മാത്രം ഗുരു എന്നുള്ള നിലയിലാണ് അവസാനം വന്ന് നിൽക്കുന്നത്. അത് കേരളീയ ജനസമൂഹത്തിൽ പടർന്ന് പന്തലിച്ചു പോയ, അടിയുറച്ചു പോയ അവരുടെ ചില ചില വിശ്വാസങ്ങൾ. ആ ഇപ്പം മഞ്ഞക്കാവാല വാദിച്ചവൻ നോക്കുന്നതെല്ലാം മഞ്ഞച്ചിരിക്കും എന്നതുപോലെ ജാതീയമായ കണ്ടുകൊണ്ട് ഗുരുവിനെ നോക്കുമ്പോൾ ഗുരു ഈഴവ സ്വാമിയായിട്ട് അവർക്ക് തോന്നുന്നു. കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ശിവഗിരി മഠത്തിൽ ഒരു പോലീസ് ആക്ഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇന്നും പലർക്കും അത് അതിനെ സമ്മതിക്കാനോ ഒന്നും കഴിയുന്നില്ല. അത് നടന്നു എന്ന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, അന്ന് വാസ്തവത്തിൽ സത്യം പറഞ്ഞാൽ അധികാരത്തിലിരുന്ന സ്വാമിക്ക് അതിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോകുവാൻ ഇവിടുത്തെ ഇലക്ഷനും കോടതി വിധിയും അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം തയ്യാറായില്ല. പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി അദ്ദേഹം ജനസമൂഹത്തെ വേണ്ടവണ്ണം അദ്ദേഹത്തിന് അനുകൂലമാക്കി മാറ്റിയെടുക്കുവാൻ വേണ്ടി ബോധപൂർവം ശ്രമങ്ങൾ ചെയ്തു. ധർമ്മസംഘത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ജനസമൂഹം അന്ന് ഉൾക്കൊണ്ടു. പിന്നീട് അവർക്ക് മനസ്സിലായി അതൊക്കെ തെറ്റായിരുന്നുവെന്ന്. പക്ഷേ ഏതൊരു ഭരണകൂടവും ഒരിക്കലും ഒരു സ്റ്റേറ്റ് ശിവഗിരി മഠം പോലൊരു മഠത്തിലേക്ക് ഒരു പോലീസ് സേനയെ അയക്കുക എന്ന് പറയുന്നതിന് മുമ്പ് പല കാര്യങ്ങളും ഉണ്ടല്ലോ അത് തീർക്കാൻ പ്രശ്നം. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ. നമ്മൾ ഇനി വീണ്ടും ഒരു പുനർവിചിന്തനത്തിന് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ആവർത്തിച്ച് ചോദിക്കുന്നതിന്റെ ഒരു ചോദിക്കാം. അന്ന് ഈ ശാശ്വതികാനന്ദ സ്വാമിയുടെ കാര്യമാണല്ലോ സ്വാമികൾ പറഞ്ഞത്. ശാശ്വതികാനന്ദ സ്വാമികൾ പുറത്തുള്ള ചിലരുമായിട്ട് കൂട്ടുകൂടി മഠത്തിന് ഒരു സ്പിരിച്വൽ അല്ലാത്ത ഒരു ഡയമെൻഷൻ കൂടെ കൊണ്ടുവന്നു. താങ്കൾക്ക് തന്നെ അറിയാവുന്നതുപോലെ മറ്റു ചില വിഭാഗങ്ങളുമായി കൂട്ടുകൊടുന്നു. അത് പിന്നെ PDP ഇടപെടുന്നു, RSS ഇടപെടുന്നു. ഇതിനൊരു കംപ്ലീറ്റ്ലി ഒരു പൊളിറ്റിക്കൽ, ഒരു രാഷ്ട്രീയ മാനം വരുന്നു. അതുകൊണ്ടാണ് ആ ചോദ്യം ആവർത്തിച്ചു വരുന്നത്. സ്വാമിക്ക് വാസ്തവത്തിൽ സ്വാമി വളരെ തീക്ഷ്ണ ബുദ്ധിയുള്ള ആളായിരുന്നു. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളോടെല്ലാം അദ്ദേഹത്തിന് അടുത്ത ആത്മബന്ധം ഉണ്ടായിരുന്നു. അവരെയൊക്കെ നിയന്ത്രിക്കുവാനുള്ള ഒരു പാടവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളെന്ന് പൂർണ്ണ മനസ്സോടുകൂടി പലരും ഉൾക്കൊള്ളുകയും ചെയ്തു. വാസ്തവത്തിൽ അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിഗതമായ സ്വാർത്ഥപരമായ ചിന്താഗതികളായിരുന്നു. അത് ഞങ്ങൾക്ക് പരസ്യമായിട്ട് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അദ്ദേഹം ഈ ശിവഗിരി മഠത്തിലെ ഏറ്റവും സമർത്ഥനായ ഒരു സന്യാസിയായിരുന്നു. അദ്ദേഹം അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഗവൺമെൻറ്റിനെയും പ്രതിപക്ഷത്തെയും പിന്നെ മൂന്നാം കക്ഷികളെയും ഒരുപോലെ തെറ്റിദ്ധരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതാണ് വാസ്തവം. ഈ പോലീസ് നടപടി അതിൻ്റെ അനിവാര്യതയിലേക്കെല്ലാം പോയത് ആ ഒരു സാഹചര്യത്തിലാണ്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിലേക്ക് പോലീസ് കയറുക എന്ന് പറഞ്ഞാൽ ആർക്കും അത് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും സാധിക്കില്ല. പക്ഷെ അതിൻ്റെ അനിവാര്യത സൃഷ്ടിച്ചെങ്കിലോ? അപ്പോൾ
പോലീസ് കടന്നു കയറിയില്ലായിരുന്നുവെങ്കിൽ അതിനേക്കാൾ അനിഷ്ടമായ സംഭവങ്ങൾ വേറെ ഉണ്ടാവുമായിരുന്നു. ഈ ശാശ്വതാനന്ദ സ്വാമികൾ പിന്നീട് എപ്പോഴെങ്കിലും ഈ ചെയ്തു പോയ കാര്യങ്ങളെ കുറിച്ചൊരു പുനർവിചിന്തനം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ആശ്രമത്തിനകത്ത് മഠത്തിനകത്ത് അത് പറയുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, തെറ്റിപ്പോയി എന്ന് അദ്ദേഹം തന്നെ ആവർത്തിച്ച് പറയുകയും അതിൽ നിന്നുമൊക്കെ ഒരു വിമുക്തനായി നിന്നുകൊണ്ട് എല്ലാ സന്യാസിമാരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോകുവാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ജാതീയത ഇപ്പോഴും വളരെ കേരള സമൂഹത്തിൽ വളരെ രൂഢമൂലമാണെന്നാണ് വിശ്വസിക്കുന്നത്. അതെ, ഈ ജാതീയത ഇത്തരം രൂഢമൂലമായി ശക്തമായി നിലനിർത്തുന്നതിൽ ഈ NSS പോലുള്ള സംഘടനകൾ എന്തുമാത്രം പങ്കുവഹിക്കുന്നുണ്ടെന്ന് ഞാൻ മറ്റ് സംഘടനകളെ വിമർശിച്ച് പറയുന്നത് ശരിയാണ്. ആത്മീയമായ മഠമായോണ്ട് ചോദിച്ചതാണ്. സംഘടന അല്ല, ഞാൻ നമ്മളെക്കുറിച്ച് പറയാമെന്നുള്ളതല്ലാതെ അങ്ങനെയുള്ള സംഘടനകൾ എന്ത് ചെയ്യും, നമ്മളത് പറയുന്നത് ശരിയല്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ ഈ സോമനാഥൻ നേരെ വിളിച്ചു, ശരിയല്ല തീർത്ഥാടന പരിപാടിക്ക് വന്ന് പങ്കെടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നായന്മാരുടെ പരിപാടിക്ക് മാത്രമേ പോകുള്ളൂ. എന്നോട് പറഞ്ഞു നായന്മാരുടെ പരിപാടിക്ക് അത്ര സത്യസന്ധതയാണ്. എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശിവഗിരിക്ക് അങ്ങനെ ഇല്ല, ഇവിടെ മന്നത്ത് പത്മനാഭൻ പ്രകാശം വന്നിട്ട് പോയിട്ടുണ്ട് പരിപാടിക്ക്. കടന്നു പോകാനുള്ള ഒരു സ്ഥിരം ആളായിരുന്നു. PK നാരായണൻ പണിക്കരും ധാരാളം പ്രാവശ്യം വന്ന് പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ഇതിൽ അന്നിപ്പം എൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാരണം ഇല്ല, ഞാൻ വരില്ല. അവരൊക്കെ വന്നു പോയത് അവരുടെ കാര്യം, ഞാനാണ്, ഞാൻ വരില്ല. ശിവഗിരി മഠത്തിലെ സന്യാസ പരമ്പരയിൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും റോളും? സ്ത്രീകൾക്ക് സന്യസിക്കാം. ഗുരുദേവൻ്റെ ഉപദേശങ്ങളിൽ പറയുന്നുണ്ട്, പുരുഷന്മാർക്കെന്ന പോലെ സ്ത്രീകൾക്കും സന്യസിക്കാം. ഇവിടെ അങ്ങനെ സന്യാസിനിമാരുണ്ട്, ഉണ്ട്. അടുത്ത കാലത്ത് ഞങ്ങൾ 4 സ്ത്രീകൾക്ക് സന്യാസം കൊടുത്തു. അതിനു മുമ്പ് ശാശ്വതാനന്ദ സ്വാമി സന്യാസം കൊടുത്ത 3-4 പേരുണ്ടായിരുന്നു. ഇപ്പോഴും ശ്രീനാരായണ പാരമ്പര്യത്തിലൊരു 10-15 സന്യാസിനിമാരിപ്പോഴുണ്ട്. 2 കൂട്ടർക്കും ഒരുതരം നോംസൊക്കെ തന്നെയാണ്. അതെ. ഇന്നത്തെ പറഞ്ഞ പോലെ ഈ പുതുതലമുറ ആത്മീയ വിഷയങ്ങൾ നമ്മൾ പറയുന്നു, നമ്മളിപ്പോൾ സനാതന ധർമ്മത്തിന്റെ ഒരു തിരിച്ചുവരവാണ്, രാമരാജ്യം വരാൻ പോകുന്നു എന്നെല്ലാം പറയുമ്പോൾ തന്നെയാണ് ഈ ഒരു സന്യാസ പരമ്പരയിലേക്ക് വരാനായിട്ട് പുതുതലമുറ മുഖം തിരിഞ്ഞു നിൽക്കുന്നത്. അത് ഈ വീട്ടിലെ ആളുകളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളതൊരു മതത്തിന് പറയാമെങ്കിലും അതൊരു ആകർഷകമല്ലാത്ത ഒരു ഇതായിരിക്കുന്നത് കൊണ്ടായിരിക്കില്ല ഇവരാരും വരാതിരിക്കുന്നത്. അവരെ ആകർഷിക്കട്ടെ ഏതെങ്കിലും തരത്തിൽ ആത്മീയത. അങ്ങനെയല്ല, ആത്മീയത എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ ഒരു ഭൗതികമായ ഗാർഹസ്യമായ ജീവിതവുമായിട്ട് തുല്യം ചെയ്താൽ ആധ്യാത്മിക അതിനെല്ലാം അപ്പുറത്ത് നിൽക്കുന്നതാണ്. അതിൻ്റെ തത്വങ്ങൾ ഒന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ അതായിരിക്കും മനുഷ്യ മനസ്സിന് കൂടുതൽ ആകർഷണീയമായി തോന്നുന്നത്. കാരണം പ്രാരബ്ധമില്ല, ബന്ധങ്ങളില്ല, ബന്ധനങ്ങളില്ല, സ്വതന്ത്രമായി 2 കൈയും വീശി ജീവിക്കാം. ഗൃഹസ്ഥ ജീവിതം അങ്ങനെയല്ലല്ലോ. അല്ല, എനിക്കൊന്ന് ശ്രീത്ത് ചോദിച്ചത്, മുൻപ് പഴയ കാലമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു രംഗത്തേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം പൊതുവിൽ കുറഞ്ഞിട്ടുണ്ട്. തങ്ങി പറഞ്ഞ് ഫാമിലിയിലെ എണ്ണം കുറഞ്ഞതുകൊണ്ട് മാത്രമായിരിക്കില്ല, ഇതൊരു ഡിസൈറബിൾ ആയ ഇതൊരു അഭികാമ്യമായ ഇവിടെ നമ്മുടെ പാശ്ചാത്യ സംസ്കാരം നമ്മുടെ ഭാരതത്തെ, നമ്മുടെ രാജ്യത്തെ കൂടുതൽ വിഴുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പാശ്ചാത്യ സംസ്കാരത്തിൽ ആധ്യാത്മികമല്ലല്ലോ കൂടുതൽ പ്രാധാന്യം. അപ്പോൾ പുതിയ ജനറേഷൻ അവർ ആധ്യാത്മിക തലത്തിലേക്ക് വരാതെ ഭൗതിക തലത്തിലേക്ക് അവരെ നയിച്ചുകൊണ്ട് പോകാനുള്ള സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. സ്വാമികൾ, അതുകൊണ്ട് മാത്രമാണോ അത് ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ഈ ന്യൂ ഏജ് ആയിട്ടുള്ള സ്പിരിച്വൽ ലീഡേഴ്സ് ഉണ്ട്, ഒരുപാട് ചെറിയ ചെറിയ ഗുരുക്കന്മാർ പലയിടത്തായിട്ടുമുണ്ട്, അതുകൊണ്ടാണോ? കാരണം അവരിലായിട്ട് കൂടുതൽ ആകർഷിക്കപ്പെട്ടു പോകുന്നത്. ഞാൻ പേര് പറയുന്നില്ല, പക്ഷെ ഒരുപാട് ആത്മീയ ആചാര്യന്മാർ പുതുതായിട്ട് വന്നിട്ടുണ്ട്. മുൻപ്
ഒരു ശങ്കരനോ ഒരു ശ്രീനാരായണ ഗുരു ഉണ്ടായിരുന്ന സമയത്ത് ഉം. ഇപ്പൊ നമുക്ക് എല്ലാ ടൗണിലും ഒരു ആത്മീയാചാര്യനെ വെച്ച് കാണാൻ പറ്റുന്ന ഒരു സിനാറിയോ ഉണ്ട്. അതുകൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത്? അതും ഒരു കാരണമാണ്. ആധ്യാത്മികതയ്ക്ക് മൂല്യം കുറഞ്ഞു പോകുന്നു, അതൊരു വിഷയമാണ്. അവരെ എന്തുകൊണ്ടാണ് ആകർഷകമാക്കുകയും മഠം പോലുള്ള ഒരു സ്ഥാപനത്തിന് ആകർഷകത്വം കുറയുകയും ചെയ്യുന്നത്? ഈ പുതു സന്യാസിമാർ എന്ന് പറയുന്നവരിലേക്ക് കൂടുതൽ പേർ പോവുകയും മഠം പോലുള്ള മഠത്തെ അല്ല അല്ല, പറയുന്നത്, ശിവഗിരി മഠത്തിൻ്റെ അസ്തിത്വം അത് ആ ഗുരുവിൻ്റെ ദർശനത്തിൽ അധിഷ്ഠിതമായി തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. മറ്റു മഠങ്ങളെ അപേക്ഷിച്ച് നമ്മളിപ്പോൾ താഴോട്ട് പോകുന്നു, അങ്ങനെയുള്ള സ്ഥിതിയൊന്നും ഇവിടെയില്ല. നമുക്ക് നമ്മുടെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് പോകാൻ തന്നെ സാധിക്കുന്നുണ്ട്. അല്ല, മറ്റു മതങ്ങളിൽ മറ്റു പല മതങ്ങൾ താൽക്കാലികമായിട്ടുള്ള പ്രതിഭാസങ്ങളാണ്, അത് മുമ്പും ഉണ്ടായിട്ടുണ്ട്. അത് താൽക്കാലികമായി കുറേ കാലം നിൽക്കുമെന്ന് പൊലിഞ്ഞു പോകും, അത്രയേ ഉള്ളൂ. ശേഷിയുള്ളത് നിലനിൽക്കുള്ളൂ. അല്ല, ഈ കൂടുതൽ ആൾ ദൈവങ്ങളൊക്കെ വരുമ്പോഴേ സ്പിരിച്വാലിറ്റി ഒരു കമേഴ്സ്യൽ എലമെന്റ് ആയിട്ട് അത് മാറിയിട്ടുണ്ട്. കച്ചവടമായിട്ട് മാറുന്നത്. മാറുന്നു. അതുകൊണ്ടാണോ ഇത്തരം സ്ഥാപനങ്ങൾ? അല്ലാതെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇപ്പം മാത്രമല്ല, മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ആൾദൈവങ്ങൾക്കെതിരെ മഠത്തിന് എന്തെങ്കിലും ഒരു നിലപാടുണ്ടോ? ഈ ആൾദൈവങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ആൾദൈവം എന്നുള്ള അത് ഇല്ല, അങ്ങനെ കാഴ്ചപ്പാടില്ല. ഈ ദൈവങ്ങളെല്ലാം ആൾദൈവങ്ങൾ തന്നെയാണ്. ഇപ്പം ബുദ്ധനും ക്രിസ്തുവും ഒക്കെ ആൾദൈവങ്ങളാണ്. മനുഷ്യനായിട്ട് ജനിച്ചവരെല്ലാം അല്ലേ? ബുദ്ധനും ക്രിസ്തുവും നബിയും ഗുരുദേവനും ശങ്കരാചാര്യരൊക്കെ മനുഷ്യരായിട്ട് ജനിച്ചവരാണ്. അതുകൊണ്ട് ആൾദൈവം എന്നുള്ള ഒരു പ്രയോഗം തന്നെ ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പിന്നെ ദൈവ വേഷധാരികളായി നാമധാരികളായി കഴിയുന്ന ആധ്യാത്മികതയെ ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട്. അത് സമൂഹത്തിൽ പണ്ടുമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ആൾക്കാർ കൂടുതലായിട്ട് അങ്ങോട്ട് ആകർഷിക്കപ്പെട്ടു പോകുന്നു. അത് സ്വാഭാവികമാണല്ലോ, ആകർഷിക്കപ്പെട്ടു പോകും. ഇപ്പം സീതാദേവിയെ മോട്ടിച്ചുകൊണ്ട് പോകാൻ രാവണൻ സന്യാസിയുടെ വേഷമല്ലേ എടുത്തത്? ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനും ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന ദോഷങ്ങൾ എന്താ? ദോഷം ഭയാനകമാണ് വാസ്തവത്തിൽ. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ അടുത്ത ഇലക്ഷൻ വരികയാണ്. കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്തായിരുന്നു ഈ ശബരിമലയിലെ സ്ത്രീകൾ പ്രവേശിക്കുന്നതിനെ കുറിച്ച്. അങ്ങയുടെ ഒരു അഭിപ്രായം എന്താണ്? അത് ശബരിമലയിലെ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് അഭിപ്രായം. അത് കോടതി വിധി ആയതുകൊണ്ടാണോ? കോടതി വിധി എന്നുള്ളതല്ല. പണ്ട് ശബരിമലയിൽ ഇന്നത്തെ പോലുള്ള യാത്രാ സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് കാലം മാറിയിരിക്കുന്നു. ആ ഒരു പരിതസ്ഥിതിയിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പിന്നെ ഒരു കാര്യം അതിനകത്തുള്ളത്, അസാധാരണമായ തിക്കും തിരക്കുമാണ് അവിടെയുള്ളത്. സ്ത്രീകൾക്ക് വേണ്ടി ഒരു പ്രത്യേക കാലഘട്ടം നിർണ്ണയിച്ചിട്ട് ആ സമയത്ത് സ്ത്രീകൾ പോകട്ടെ, പിന്നെ മറ്റേത് സാധാരണമായിട്ട് അവരും പോകട്ടെ, ആ ഒരു നിലപാടാണ് എനിക്കുള്ളത്. ഒരു പ്രത്യേക പീരീഡിൽ അവർക്ക് പോകാതെ നോക്കുക. പക്ഷെ ഈ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ട് എന്ന് പറഞ്ഞൊരു സമയത്ത് അത് നടപ്പാക്കാൻ ശ്രമിച്ചതിനെതിരെ ഉണ്ടായ ഒരു വലിയ വയലൻസ് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിപ്പോ അങ്ങ് പറയുമ്പോഴും സമൂഹം അതിനനുസരിച്ച് മാറിയിട്ടുണ്ടോ? സമൂഹം മാറിയെന്ന് പറയാൻ പറ്റില്ല. സമൂഹം മാറിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കരുത് എന്നാണ് ഈ രാജ്യത്തിൻ്റെ ഹൈന്ദവ ജനതയുടെ ബഹുഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം. ഞാൻ എൻ്റെ വ്യക്തിഗതമായിട്ടുള്ള അഭിപ്രായം പറയാം. മഠത്തിൻ്റെ അഭിപ്രായമായിട്ട് ഇതിനെ കണക്കാക്കേണ്ടതില്ല. എൻ്റെ വ്യക്തിഗതമായ കാഴ്ചപ്പാട്. ഗുരു നിത്യചൈതന്യതി സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു.